മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മൈക്രോബിയൽ ഇൻറ്ററാക്ഷൻസിനെ പറ്റി പഠിക്കാം. മൈക്രോ ഓർഗാനിസംസ്, സോയിലുള്ള മൈക്രോ ഓർഗാനിസംസ് പല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ ഇൻറ്ററാക്ഷൻസിനെ മൈക്രോബിയൽ ഇൻറ്ററാക്ഷൻസിനെ നമ്മൾ സിംബയോസിസ് എന്നാണ് പറയുന്നത്. സിംബയോസിസ്, മൈക്രോബിയൽ ഇൻറ്ററാക്ഷൻസ്. സിംബയോസിസ് രണ്ട് വേർഡിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ലിവിങ് ടുഗദർ എന്നാണ് പറയുന്നത്. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് എന്നാണ്, സിം മീൻസ് ടുഗദർ എന്നാണ് അർത്ഥം. അപ്പോൾ സിംബയോസിസ്, ലിവിങ് ടുഗദർ. അപ്പോൾ രണ്ട് ഓർഗാനിസംസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നതിന് ആണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ടു ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ദേ ലീവ് ടുഗദർ ഓർ ദേ അസോസിയേറ്റ് ടുഗദർ. അതിനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഈ സിംബയോസിസ് തന്നെ പല രീതിയിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻസ് ഉണ്ട്, ഇൻറ്ററാക്ഷൻസ്, പല രീതിയിലുള്ള ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. അത് ഹോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്ററാക്ഷൻസ് പറഞ്ഞാൽ പ്ലാന്റ് മൈക്രോബ് ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. അതായത് ഒരെണ്ണം പ്ലാന്റും ഒരെണ്ണം മൈക്രോ ഓർഗാനിസവും ആയിരിക്കും. ആനിമൽ മൈക്രോബ് ഇൻറ്ററാക്ഷൻ ഉണ്ട്, മൈക്രോബ് ഇൻറ്ററാക്ഷൻ ഉണ്ട്. അവിടെ രണ്ടും മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇൻറ്ററാക്ഷൻസ് പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസും ഉണ്ട്. പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പോപ്പുലേഷനും ഹാംഡ് ആയി പോകുന്നില്ല. ഒന്നെങ്കിൽ രണ്ട് പോപ്പുലേഷനും ബെനിഫിറ്റഡ് ആകാം, ഇല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ എങ്കിലും ബെനിഫിറ്റഡ് ആകും. നെയ്തർ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഗെറ്റ് ഹാംഡ്. ഡിസ്ട്രോയ് ആയി പോകുന്നു, പോപ്പുലേഷനെ അവിടെ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളതിനെയാണ് പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. സാധാരണ ഈ പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് ഒക്കർ ചെയ്യുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കുറവുള്ള സമയത്താണ്. അതായത് പോപ്പുലേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം അതുവഴി പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് സാധാരണ ഒക്കർ ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ, ചിലപ്പോൾ രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ നെഗറ്റീവായിട്ട് അഫക്റ്റഡ് ആകും അല്ലെങ്കിൽ ഹാംഡ് ആകും. അങ്ങനെയുള്ളതാണ് നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ അത് സാധാരണ ഒക്കർ ചെയ്യുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിട്ടുള്ള സമയത്താണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻറ്ററാക്ഷൻസ് പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസും ഉണ്ട്. പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് 3 തരത്തിലുള്ള പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് ആണുള്ളത്: കമൻസാലിസം, സിനർജിസം ആൻഡ് മ്യൂച്വലിസം. നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസ് ആണ് കോമ്പറ്റീഷൻ, അമൻസാലിസം, പ്രിഡേഷൻ ആൻഡ് പാരാസിറ്റിസം. അങ്ങനെ നെഗറ്റീവ് ഇൻറ്ററാക്ഷൻസ്. അപ്പം അത് ബിറ്റ്വീൻ മൈക്രോബ് ആകാം, അല്ലെങ്കിൽ പ്ലാന്റ് മൈക്രോബ് ഇൻറ്ററാക്ഷൻസ് ആകാം. അപ്പം അതിൽ ബിറ്റ്വീൻ മൈക്രോബ് ഇൻറ്ററാക്ഷൻസിൽ ഒരു ടൈപ്പാണ് കമൻസാലിസം. ഇതെല്ലാം തന്നെ പ്ലാന്റിലും ഉണ്ട്, ബിറ്റ്വീൻ മൈക്രോബ്സും ഉണ്ട്. അപ്പം ബിറ്റ്വീൻ മൈക്രോബ് ഇൻറ്ററാക്ഷൻസ് നോക്കിയാൽ കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമൻസാലിസം ഈസ് an interaction in which one population benefit while the other remains unaffected. ഒരെണ്ണം ബെനിഫിറ്റഡ് ആകുന്നു, മറ്റത് അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്. ബെനിഫിറ്റ് കിട്ടുന്നില്ല, എന്നാൽ അത് ഹാംഡ് ആകുന്നുമില്ല. അങ്ങനെയുള്ള അസോസിയേഷനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. ഈ കമൻസാലിസം പല സ്ഥലങ്ങളിൽ കമൻസാലിസം ഒക്കർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കേസാണ്, കമൻസാലിസം ഒക്കർ ചെയ്യുന്ന ഒരു കേസാണ് ഓർഗാനിസം unaffected population in course of growth and metabolism modifies a habitat. That modified habitat is suitable for a second population. ഒരു ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഈക്കോളയും ഇതിനകത്തുള്ള ബാക്ടീരിയോയിഡ്സും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ.
ഈക്കോളൈ ഒരു ഫാക്കൾട്ടേറ്റീവ് അനൈറോബാണ്. അതുപോലെ തന്നെ ബാക്ടീരിയോയിഡ്സ് ഒരു ഒബ്ലിഗേറ്റ് അനൈറോബുമാണ്. അപ്പം ഒരു പോപ്പുലേഷൻ ഗ്രോ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഒരു ഹാബിറ്റാറ്റിനെ മോഡിഫൈ ചെയ്യുന്നു. അതായത് ഈക്കോളൈ ഒരു ഫാക്കൾട്ടേറ്റീവ് അനൈറോബാണ്. ഫാക്കൾട്ടേറ്റീവ് അനൈറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടേലും ഇല്ലേലും അതിന് ഗ്രോ ചെയ്യാം. സോ അത് ഓക്സിജൻ ഉള്ള ഒരു എൻവയോൺമെന്റിൽ ഗ്രോ ചെയ്യുമ്പോൾ അവിടെയുള്ള ഓക്സിജനെ ദേ യൂസ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. And thus they create an environment suitable for the growth of the anaerobic bacterioids. Anaerobes ഓക്സിജൻ പറ്റാത്ത ഓർഗാനിസം ആണ്. അപ്പം അവിടെയുള്ള ഓക്സിജൻ മുഴുവൻ ഈക്കോളൈ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി. അങ്ങനെ അനൈറോബ് ആയിട്ടുള്ള ബാക്ടീരിയോയിഡ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ട ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു കേസ് നമുക്ക് കമൻസാലിസത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അവിടെ നമ്മൾക്ക് അവിടെ ബാക്ടീരിയോയിഡ്സ് ആണ് ബെനിഫിറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ, മറ്റത് അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോപ്പുലേഷൻ ആണ്. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ ആണ് ഫ്ലേവോബാക്ടീരിയം ബ്രെവിസും ലെജിയോണെല്ല ന്യൂമോഫിലയും തമ്മിലുള്ള അസോസിയേഷൻ. ഫ്ലേവോബാക്ടീരിയം and Legionella. Flavobacterium excrete cysteine, which is used by Legionella and survive in the aquatic habitat. Flavobacterium cysteine produce ചെയ്യും. അത് ആര് യൂസ് ചെയ്യുന്നു? ലെജിയോണെല്ല ന്യൂമോഫില യൂസ് ചെയ്യുന്നു. അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ലെജിയോണെല്ല ന്യൂമോഫില അത് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ലെജിയോണെല്ല ബെനിഫിറ്റഡ് ആകും. അടുത്ത വേറൊരു എക്സാമ്പിൾ ആണ് association between Nitrosomonas and Nitrobacter. നൈട്രോസോമോണാസും നൈട്രോബാക്ടറും തമ്മിലുള്ള അസോസിയേഷൻ. നൈട്രിഫിക്കേഷനകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ ആണിത്. നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് അമോണിയ ടു നൈട്രേറ്റ്, അതാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അമോണിയ നൈട്രൈറ്റ് ആകും, പിന്നീടാണ് അത് നൈട്രേറ്റ് ആയിട്ട് മാറുന്നത്. നൈട്രോസോമോണാസ് അമോണിയ ഓക്സിഡൈസ് ചെയ്ത് നൈട്രൈറ്റ് ആകും, നൈട്രോബാക്ടർ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആയിട്ട് മാറ്റും. അപ്പം നൈട്രോബാക്ടറിന് they cannot use അമോണിയ ഫോർ എനർജി. അപ്പം അമോണിയയെ നൈട്രോസോമോണാസ് നൈട്രൈറ്റ് ആക്കി കൊടുക്കും. അങ്ങനെ നൈട്രോബാക്ടർ ആ നൈട്രൈറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ നൈട്രോബാക്ടർ അവിടെ ബെനിഫിറ്റഡ് ആകുകയും ചെയ്യും. അതൊരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ ആണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ആൻഡ് ദെൻ ലിക്വിഡ് ടു ഗ്യാസ്, which help the mobilization of the element and where it benefit a group of population. അപ്പൊ സോളിഡ് ആയിട്ടിരുന്ന ഒരു ഇത് ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ആയിട്ടിരുന്നത് ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ ഗ്യാസ് ആയിട്ട് മാറി കഴിയുമ്പോൾ they will move from one habitat to other. എവിടെയായിരുന്നു അത് സോളിഡ് ആയിട്ടിരുന്നത് അവിടെ നിന്ന് അത് മൂവ് ചെയ്ത് വേറൊരിടത്തേക്ക് വരും. ആ പുതിയ സ്ഥലത്ത് അതൊരു പോപ്പുലേഷനെ ബെനിഫിറ്റഡ് ആക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ മീഥെയിൻ പ്രൊഡക്ഷൻ. മീഥെയിൻ പ്രൊഡക്ഷൻ occurs in the underlying water column. വെള്ളത്തിന്റെ അടിത്തട്ടിൽ നടക്കും. അവിടെ നിന്നത് അത് അസറ്റിക് ആസിഡിൽ നിന്നൊക്കെയാണ് മീഥെയിൻ ഫോം ചെയ്യുന്നത്. അവിടെ നിന്ന് അത് മീഥെയിൻ ആയി മാറി കഴിയുമ്പോൾ ഇറ്റ് മൂവ്സ് ഫ്രം ദ അണ്ടർലൈയിങ് വാട്ടർ കോളം ടു ദ ഓവർലൈയിങ് വാട്ടർ കോളം. വെള്ളത്തിന്റെ മോൾ തട്ടിൽ വരുന്നു. And there they benefit methane oxidizing bacteria. അങ്ങനെ ആ ബാക്ടീരിയ അവിടെ ബെനിഫിറ്റഡ് ആകും. മെത്തനോജെനസിസ്. ചില കേസസിൽ മെത്തനോജെനസിസ് നടത്താൻ പറ്റുന്ന സബ്സ്ട്രേറ്റ് ഇല്ല എങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ, അതാണ് ഡീസൾഫോ വിബ്രിയോ മെത്തനോബാക്ടീരിയവും തമ്മിലുള്ള അസോസിയേഷൻ. ഡീസൾഫോ വിബ്രിയോ മെത്തനോബാക്ടീരിയത്തിന് വേണ്ട സബ്സ്ട്രേറ്റ്, മെത്തനോജെനസിസ് നടത്താൻ വേണ്ട സബ്സ്ട്രേറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാകാം. പിന്നെ കൺവേർഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾ ബൈ വൺ പോപ്പുലേഷൻ ഇൻറ്റു സബ്സ്ട്രേറ്റ് ഫോർ അനദർ പോപ്പുലേഷൻ. ഇപ്പൊ സെല്ലുലോസിന്റെ ഒക്കെ ഡീഗ്രഡേഷൻ, അത് ഫഞ്ചൈ ഒക്കെയാണ് സാധാരണ സെല്ലുലോസ് ഡീഗ്രേഡ് ചെയ്യുന്നത്.
സെല്ലുലോസ് ഡീഗ്രേഡ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസിനെ സെല്ലുലോസ് യൂസ് ചെയ്യാൻ പറ്റാത്ത പോപ്പുലേഷൻസ് ഉണ്ട്. ദേ ക്യാൻ യൂസ്. അങ്ങനെ ആ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ അവിടെ ബെനിഫിറ്റഡ് ആകും. അടുത്തത് കോമെറ്റബോളിസം. കോമെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രേറ്റ് ഒരു ഓർഗാനിസം യൂസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അത് വേറൊന്നിനെ കൂടി ഓക്സിഡൈസ് ചെയ്യും. അതിനു വേണ്ടിയല്ല, ആ ഉണ്ടാകുന്ന മെറ്റബോളൈസ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് വേറൊരു പോപ്പുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ മൈക്കോബാക്ടീരിയം, വാക്സേം, സ്യൂഡോമോണാസും തമ്മിലുള്ള അസോസിയേഷൻ. അപ്പം മൈക്കോബാക്ടീരിയം ഒരു സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യുന്ന അതേ സമയത്ത് അത് വേറൊന്നിനെ കൂടി യൂസ് ചെയ്യും സ്യൂഡോമോണാസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് കോമെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ റിമൂവൽ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ്, ചില ടോക്സിക് സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ H2S ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ബെഗിയാട്ടോവ പോലെയുള്ള ബാക്ടീരിയ H2S-നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യും. അപ്പം H2S സെൻസിറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ അവിടെ ബെനിഫിറ്റഡ് ആകും. മാംഗനീസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യും, ലെപ്റ്റോത്രിക്സ് പോലെയൊക്കെ ഉള്ളത്. സോ അങ്ങനെ ആ മാംഗനീസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ ബെനിഫിറ്റഡ് ആകും. അപ്പം ഇങ്ങനെ ഒരെണ്ണം മാത്രം ബെനിഫിറ്റഡ് ആകുകയും മറ്റത് അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് കമൻസാലിസം എന്ന് പറയുന്നത്. സിനർജിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബോത്ത് പോപ്പുലേഷൻസ് ആർ ബെനിഫിറ്റഡ്. രണ്ട് പോപ്പുലേഷനും ബെനിഫിറ്റഡ് ആകുന്ന ഒരു അസോസിയേഷനാണ് സിനർജിസം എന്ന് പറഞ്ഞാൽ. ബെനിഫിറ്റഡ് ആകും, ബട്ട് ഇനി മ്യൂച്വലിസം നമ്മൾ നോക്കിയാലും ദാറ്റ് ഈസ് ഓൾസോ ആൻ അസോസിയേഷൻ ഇൻ വിച്ച് ബോത്ത് പോപ്പുലേഷൻസ് ആർ ബെനിഫിറ്റഡ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, സിനർജിസം ഈസ് നോട്ട് ആൻ ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ്. അതൊരു ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് അല്ല. കാരണം they are capable of surviving their own in their natural habitat. അസോസിയേഷൻ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. they can survive their own. അവർക്ക് തന്നെ സർവൈവ് ചെയ്യാം. പക്ഷേ അസോസിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they get some additional advantage. കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ അതൊരു സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഒന്നുമല്ല. വൺ മെമ്പർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ അനദർ. ഒന്നിന് പകരം വേറൊന്ന് വേണമെങ്കിലും ആകാം. പക്ഷെ മ്യൂച്വലിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് ആണ്. അസോസിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് റിലേഷൻഷിപ്പ് ആണ്. ഒന്നിന് പകരം ഒന്ന് വരാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ രണ്ട് പോപ്പുലേഷൻസും ബെനിഫിറ്റഡ് ആകുന്ന രണ്ട് ഓർഗാനിസംസും ഒരേ സമയത്ത് വർക്ക് ടുഗദർ, ബെനിഫിറ്റിംഗ് വൺ അനദർ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് സിനർജിസം എന്ന് പറയുന്നത്. ഇനി ഈ സിനർജിസം ഒക്കെ ചെയ്യുമ്പോൾ ദാറ്റ് റിലേഷൻഷിപ്പ് വെൻ ഇറ്റ് ഈസ് ഫോർ ന്യൂട്രിയൻറ്റ് എക്സ്ചേഞ്ച് ഓർ ന്യൂട്രീഷണൽ ബെനഫിറ്റ്, അങ്ങനെ ന്യൂട്രീഷണൽ ബെനഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് സിൻട്രോപ്പിസം. ആ കണ്ടീഷനെ സിൻട്രോപ്പിസം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച്. ലാക്ടോബാസിലസ് അരാബിനോസസും എൻഡ്രോകോക്കസ് ഫീക്കാലിസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് ഇൻ എ മിനിമൽ മീഡിയ Lactobacillus arabinosus and Enterococcus faecalis are able to grow together but not alone. രണ്ടു പേരും കൂടി ഒരുമിച്ച് വളരാനായിട്ട് പറ്റും, എന്നാൽ അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കത്തില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വളരുമ്പം രണ്ടുപേരും ഇവിടെ ബെനിഫിറ്റഡ് ആകും. എങ്ങനെയാണ് അത് ബെനിഫിറ്റഡ് ആകുന്നതെന്ന് വെച്ചാൽ എൻഡ്രോകോക്കസ് ഫീക്കാലിസ് റിക്വയേഴ്സ് ഫോളിക് ആസിഡ്. That is produced by lactobacillus. തിരിച്ച് ലാക്ടോബാസിലസിന് ഫീനൈൽ അലാനിൻ വേണം. അതാര് പ്രൊവൈഡ് ചെയ്യും? എൻഡ്രോകോക്കസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓരോരുത്തർക്കും വേണ്ടത് പ്രൊവൈഡ് ചെയ്തിട്ട് ഉള്ള അസോസിയേഷൻ. ഇവിടെ രണ്ടുപേരും ഇവിടെ ബെനിഫിറ്റഡ് ആകുന്നുണ്ട്. അത് സിനർജിസത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡീഗ്രഡേഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ ഡീഗ്രേഡ് ചെയ്യുന്ന നൊക്കാഡിയയും സ്യൂഡോമോണാസും കൂടെ ചേർന്നിട്ട് സൈക്ലോഹെക്സൈൻ ഡീഗ്രേഡ് ചെയ്യാം. ചേർന്നില്ലെങ്കിൽ ഡീഗ്രേഡ് അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നൊക്കാഡിയ ഡീഗ്രേഡ് ചെയ്യും, സ്യൂഡോമോണാസിന് വേണ്ട പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യും, സ്യൂഡോമോണാസ് തിരിച്ച്
ബയോട്ടിൻ പോലെയുള്ള സബ്സ്റ്റൻസ് നൊക്കാഡിയയ്ക്ക് വേണ്ടത് തിരിച്ചും സപ്ലൈ ചെയ്യും. അപ്പം അങ്ങനെ രണ്ടും ബെനിഫിറ്റഡ് ആകും. നൈട്രജൻ സൈക്കിളിൽ ചില എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതായത് Pseudomonas are chemotactically attracted towards the heterocyst of Anabaena spiroids. നൈട്രജൻ ഫിക്സേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനൈറോബിക് കണ്ടീഷൻ എസെൻഷ്യൽ ആണ്. അപ്പം അനാബീന ഒരു നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സൈനോബാക്ടീരിയ ആണ്. സ്യൂഡോമോണാസ് ഒരു ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയയുമാണ്. അപ്പൊ സ്യൂഡോമോണാസ് എന്താ ചെയ്യുന്നത്? ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ഓർഗാനിക് എക്സ്ക്രീഷൻസ് ഓഫ് ഫോംഡ് ബൈ ദ ഹെട്രോസിസ്റ്റ് ഓഫ് അനാബീന. അനാബീന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിനെ സ്യൂഡോമോണാസ് യൂസ് ചെയ്യും. ദേ ഓക്സിഡൈസ്. അപ്പൊ അങ്ങനെ സ്യൂഡോമോണാസ് ബെനിഫിറ്റഡ് ആവും. അതൊരു ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ്. അപ്പൊ അതിന് ഈ ഓർഗാനിക് മാറ്റർ വേണം. അപ്പൊ ഇത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ യൂസ് ദ ഓക്സിജൻ ആൻഡ് ദെയർ ബൈ ദ ഓക്സിജൻ സപ്ലൈ ഓർ ഓക്സിജൻ ടെൻഷൻ ഈസ് റെഡ്യൂസ്ഡ്. അവിടുത്തെ ഓക്സിജൻ കുറയും. Nitrogenase enzyme can function well in that oxygen reduced atmosphere. അപ്പം അങ്ങനെ അനാബീനയ്ക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എബിലിറ്റി ഓഫ് എ സെക്കൻഡ് പോപ്പുലേഷൻ ടു ആക്സിലറേറ്റ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ. ഒരു പോപ്പുലേഷൻ വേറൊന്നിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്യൂഡോമോണാസും ബ്രെവി ബാക്ടറും തമ്മിലുള്ള അസോസിയേഷൻ. സ്യൂഡോമോണാസ് ചില സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സബ്സ്റ്റൻസിനെ ബ്രെവി ബാക്ടർ യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ ദാറ്റ് വിൽ അതർവൈസ് ആക്ട് ആസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇത് തിരിച്ച് സ്യൂഡോമോണാസിനെ തന്നെ ഇൻഹിബിറ്റ് ചെയ്തേനെ, ബ്രെവി ബാക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനെ സെക്കൻഡ് പോപ്പുലേഷൻ ഫസ്റ്റ് പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് കൂട്ടും. അതും എക്സാമ്പിൾ ആണ്. പിന്നെ ചിലത് തമ്മിൽ യുണൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും, പെസ്റ്റിസൈഡ്സ് ഡീഗ്രേഡ് ചെയ്യും, ലെസിത്തിനേസ് പോലെയുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീഗ്രഡേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്, ജിയോട്രൈക്കം കാൻഡിഡോം പെനിസിലിയം പിസ്കാരിയോം തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ചില പെസ്റ്റിസൈഡ്സ് ഒക്കെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന അസോസിയേഷനെയാണ് നമ്മൾ സിനർജിസം എന്ന് പറയുന്നത്. മ്യൂച്വലിസം ഓൾറെഡി പറഞ്ഞു, ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഒരു ഒബ്ലിഗേറ്ററി അസോസിയേഷൻ ആണ്. രണ്ടു പേരും തമ്മിൽ അസോസിയേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ എക്സിസ്റ്റൻസ് ഉള്ളത്. മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ഒത്തിരിയും എക്സാമ്പിൾസ് അതിന് വരുന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ലൈക്കൻസ്. Lichen, it is a symbiotic association of algae and algae or cyanobacteria and fungi. Algae അല്ലെങ്കിൽ സൈനോബാക്ടീരിയയും ഫഞ്ചയും തമ്മിലുള്ള അസോസിയേഷനെയാണ് യൂഷ്വലി ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഫഞ്ചൈ, ആസ്കോമൈസീഡ്സ്, ബെസീഡിയോമൈസീഡ്സ് ഒക്കെ വരും. ഈ അസോസിയേഷനെയാണ് ലൈക്കൻസ് എന്ന് വിളിക്കുന്നത്. അത് എ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദേ ക്യാൻ കോളനൈസ് എ വൈഡ് റേഞ്ച് ഓഫ് ഒത്തിരിയും ഈ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നത് വഴി പിന്നെ ഒത്തിരി ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ ഇതിന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് റോക്ക് സർഫസ്, ട്രീ ബാർക്ക്, ഇതിലൊക്കെ ഇതിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബയോളജിക്കൽ ആസ് എ പാർട്ട് ഓഫ് ബയോളജിക്കൽ സോയിൽ ക്രസ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്. ഹ്യൂമൻസിൽ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, ഡൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇതിൽ ലൈക്കൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ബോഡി ഓഫ് ലൈക്കൻ ദാറ്റ് ഈസ് നോൺ ആസ് താലസ്, അതിനെ താലസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ ബോഡി ഈസ് ആങ്കേർഡ് ടു ദ സബ്സ്ട്രേറ്റ് ബൈ ഹെയർ ലൈക്ക് ഗ്രോത്ത് നോൺ ആസ് റൈസൈൻസ്. ഇതിന് ഈ സബ്സ്ട്രേറ്റിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്യിച്ച് നിർത്തിക്കുന്ന ഹെയർ ലൈക്ക് ഗ്രോത്തിനെ പറയുന്ന പേരാണ് റൈസൈൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മോർഫോളജി വെച്ചിട്ട് ഇതിനെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രസ്റ്റോസ് ലൈക്കൺ,
ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ആൻഡ് ഫോളിയോസ് ലൈക്കൺ. ക്രസ്റ്റോസ് ലൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രസ്റ്റ് ലൈക്ക് ആയിട്ടുള്ള ലൈക്കൻസിനെയാണ് നമ്മൾ ക്രസ്റ്റോസ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ടൈറ്റ്ലി ബൗണ്ട് ടു ദ സബ്സ്ട്രേറ്റിലോട്ട് നല്ല ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് ക്രസ്റ്റോസ് ലൈക്കൻ എന്ന് പറയുന്നത്. ഫ്രൂട്ടിക്കോസ് ലൈക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് ആർ ഷബ് ലൈക്ക്, കുറ്റിച്ചെടി പോലെ ഇരിക്കുന്ന ലൈക്കൻസിനെയാണ് നമ്മൾ ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഫോളിയോസ് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ലീഫ് ലൈക്ക് ആയിട്ട് കാണപ്പെടുന്നതിനെയാണ് ഫോളിയോസ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് തന്നെ ക്രസ്റ്റോസ് ലൈക്കനിൽ തന്നെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്, സ്ക്വാമുലോസ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അത് ക്രസ്റ്റോസിന്റെയും ഫോളിയോസിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നതാണ്. സ്മോൾ, ലീഫി, വിത്ത് ലൂസ് അറ്റാച്ച്മെന്റ് ടു ദ സബ്സ്ട്രേറ്റ് ആൻഡ് യൂഷ്വലി കൺസിഡർഡ് ടു ബി എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രസ്റ്റോസ് ലൈക്കൺ. ലൂസ് അസോസിയേഷനുമാണ്, അതുപോലെ തന്നെ സ്മോൾ, ലീഫി വിത്ത് ലൂസ് അറ്റാച്ച്മെന്റ്, അങ്ങനെയുള്ളതിനെയാണ് സ്ക്വാമുലോസ് ലൈക്കൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ മോർഫോളജി വെച്ചിട്ട് അതിനെ ഈ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആൽഗൽ മെമ്പറിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ട്ണറിനെ നമ്മൾ വിളിക്കുന്നത് മൈക്കോബയോണ്ട് എന്നും ആണ് വിളിക്കുന്നത്, ആൽഗൽ മെമ്പേഴ്സ്. അതിൻ്റെ ആ ഒരു റേഷ്യോ വെച്ചിട്ട് രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്, ഹോമിയോമീറസ് ആൻഡ് ഹെട്രിയോമീറസ് താലസ് എന്ന് പറയുന്നത്. ഹോമിയോമീറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൽസ് ടൈപ്പ് ഓഫ് താലസ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ആൽഗൽ സെൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ലെസ്സർ എമൗണ്ട് ഓഫ് ഫംഗൽ സെൽസ്. ആൽഗൽ സെൽസ് കൂടുതലും ഫംഗൽ സെൽസ് കുറവും. തിരിച്ചു വരുന്ന കണ്ടീഷൻ നെയാണ് ഹെട്രോമീറസ് താലസ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ന് പറഞ്ഞു, മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ആണ്. അപ്പൊ അതുപോലെ ആൽഗയും ഇവിടെ ബെനിഫിറ്റഡ് ആകുന്നുണ്ട്, ഫംഗസും ഇവിടെ ബെനിഫിറ്റഡ് ആകുന്നുണ്ട്. ആൽഗെ ഇവിടത്തെ ഫോട്ടോസിന്തറ്റിക് മെമ്പർ ആണ്, അല്ലെങ്കിൽ സൈനോബാക്ടീരിയ. സോ ദേ പ്രിപ്പയർ ഫുഡ്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഫഞ്ചൈ ആണെങ്കിൽ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസമാണ്, തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാത്ത ഓർഗാനിസമാണ്. സോ അത് ഫഞ്ചൈ ആൽഗെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ദാറ്റ് പ്രൊവൈഡ് ടു ഫംഗസിന് പ്രൊവൈഡ് ചെയ്യും. അപ്പം അതാണ് ഫംഗസിന് കിട്ടുന്ന ബെനിഫിറ്റ്. ഇനി തിരിച്ച് ആൽഗയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ദ ഫൈക്കോബയോണ്ട്, അതുപോലെ തന്നെ ഫൈക്കോബയോണ്ട് ഓൾസോ പ്രൊഡ്യൂസ് വൈറ്റമിൻസ് ദാറ്റ് ദ ഫഞ്ചൈ നീഡ്. ചില വൈറ്റമിൻസും ഫംഗസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് ഫഞ്ചൈ ദേ അബ്സോർബ് വാട്ടർ vapor from the air and providing much needed shade for the light sensitive algae. Water, nutrients, minerals ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ഷൻ, ഒരു ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൽഗേനെ അതിൻ്റെ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യും. അപ്പം അങ്ങനെ രണ്ട് ഗ്രൂപ്പും മ്യൂച്വലി ബെനിഫിറ്റഡ് ആകുന്ന അസോസിയേഷനാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നെഗറ്റീവ് ഇൻ്ററാക്ഷൻസും ഉണ്ട്. നമ്മൾ നോക്കിയതെല്ലാം പോസിറ്റീവ് ഇൻ്ററാക്ഷൻസ് ആയിരുന്നു. നെഗറ്റീവ് ഇൻ്ററാക്ഷൻസിൽ കോമ്പറ്റീഷൻ, രണ്ട് ഓർഗാനിസംസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നു. എന്തിനാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത്? യൂഷ്വലി അവർ കോമ്പീറ്റ് ചെയ്യുന്നത് സ്പേസിനും ന്യൂട്രിയൻസിനും വേണ്ടിയിട്ടാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ they bring about the ecological separation of closely related population, and that is known as competitive exclusion principle. Closely related ആയിട്ടുള്ള പോപ്പുലേഷൻസിനെ സെപ്പറേറ്റ് ചെയ്യും. കാരണം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ആണ് സ്പേസിനും ന്യൂട്രിയൻസിനും ഒക്കെ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ സോ they bring about the ecological separation. അടുത്തത് പാരസിറ്റിസം. Parasite derives nutritional requirement from the host which is harmed. Nutrients derive ചെയ്യും ഹോസ്റ്റിൽ നിന്ന്. അങ്ങനെ ഹോസ്റ്റിനെ അത് ഹാം ചെയ്യും. പാരസൈറ്റ് അവിടെ ന്യൂട്രീഷണലി അവർ ബെനിഫിറ്റഡ് ആകുകയും ചെയ്യും. പാരസിറ്റിസത്തിൽ that relationship requires a long period of contact. രണ്ടു പേരും തമ്മിൽ കുറച്ച് നാൾ അവർ കോണ്ടാക്റ്റിലായിരിക്കണം. അതുപോലെ തന്നെ സ്പെസിഫിക് റിലേഷൻഷിപ്പുമാണ് അത്.
അതിന് എക്സാമ്പിൾ ആണ് ലൈഫ് സൈക്കിൾ ഓഫ് ബാക്ടീരിയോഫേജ്, ലൈറ്റിക് സൈക്കിൾ ഓഫ് ബാക്ടീരിയോഫേജ്, ലൈഫ് സൈക്കിൾ ഓഫ് ബിഡല്ലോ വിബ്രിയോ. ബാക്ടീരിയോഫേജിന്റെ ലൈറ്റിക് സൈക്കിളിൽ ഇതിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഫേജിന്റെ DNA മൾട്ടിപ്ലൈ ചെയ്യും, ബാക്ടീരിയയുടെ DNA മൾട്ടിപ്ലൈ ചെയ്യും, മെച്വർ ബാക്ടീരിയോഫേജ് ഉണ്ടാകുന്നു, പുറത്തേക്ക് ഇതിനെ ലൈസ് ചെയ്ത് റിലീസ് ചെയ്യും. അപ്പൊ അവിടെ ഒരെണ്ണം ഹാംഡ് ആകുകയാണ്, അതായത് ബാക്ടീരിയ ഇവിടെ ഹാംഡ് ആകുകയാണ് ചെയ്യുന്നത്. ലൈഫ് സൈക്കിൾ ഓഫ് ബിഡല്ലോ വിബ്രിയോ ബാക്ടീരിയോ വോറൻസ് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പാരസൈറ്റ് ആണ്. അതും ഇതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യും. പെരിപ്ലാസ്മിക് സ്പേസിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് എൻട്രി ചെയ്യും, ഇതിനകത്തുള്ള സെൽ കണ്ടൻസ് മുഴുവൻ ഇത് അബ്സോർബ് ചെയ്ത് അത് ഗ്രോ ചെയ്യും. ഫൈനലി അത് മെച്വർ ആയി കഴിയുമ്പോൾ ഇതിനെ അത് ഡീഗ്രേഡ് ചെയ്ത് കളയുകയും ചെയ്യും. മൈക്കോപാരസിറ്റിസം. When one fungus is parasitized by another fungus, that is known as mycoparasitism. അമൻസാലിസം എന്ന് പറഞ്ഞാൽ when or it is a condition in which one population inhibit other by the production of toxic substance. ഒരു ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പോപ്പുലേഷൻ വേറൊരു പോപ്പുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാണ് അമൻസാലിസം എന്ന് പറയുന്നത്. ഈ ടോക്സിക് സബ്സ്റ്റൻസ് പലതാകാം, ആന്റിബയോട്ടിക്സ് ആകാം. അങ്ങനെ ആന്റിബയോട്ടിക്സ് ആണെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ആന്റിബയോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ചിലപ്പോൾ ചില ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസ് ആകാം, അതായത് പ്ലാന്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട്സോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസ് ആകാം, ഹൈഡ്രോസയാനിക് ആസിഡ് ഒക്കെ പോലെയുള്ള സബ്സ്റ്റൻസ് ആകാം. ഇനി സിഡറോഫോസ് ആകാം. They are iron chelating substances produced by microorganism. അയൺ കീലേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. അയൺ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അയണുമായിട്ട് ബൗണ്ട് ചെയ്യും, അങ്ങനെ അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദേ മേക്ക് അയൺ ഡെഫിഷ്യൻ്റ് ഇൻ ദ സോയിൽ. സോയിലിൽ അയൺ ഡെഫിഷ്യൻ്റ് ആക്കുകയും ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഡെലിട്രിയസ് ടു പാത്തോജൻസിന് അത് ഹാംഫുൾ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ സിഡറോഫോർ പ്രൊഡക്ഷൻ ആകാം, ആന്റിബയോട്ടിക്സ് ആകാം. ഇതെല്ലാം അമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ്. സിഡറോഫോർ ചില എൻസൈംസ് ആകാം. ട്രൈക്കോഡെർമയൊക്കെ ചില സെൽ വോൾ ലൈറ്റിക് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പ്രിഡേഷൻ അതൊരു പ്രിഡേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് വയലന്റ് റിലേഷൻഷിപ്പാണ്, നശിപ്പിച്ച് കളയുകയാണ്. അതിന് എക്സാമ്പിൾസ് ആണ് നെമറ്റോഫാജി. നെമറ്റോഡ്സ് ആർ ഈറ്റൻ ബൈ ഫംഗൈ. നെമറ്റോഡ്സിനെ ഫംഗസ് ഈറ്റ് ചെയ്യുന്ന പ്രോസസ്, അങ്ങനെയുള്ള ഫംഗസിനെ വിളിക്കുന്ന പേരാണ് നെമറ്റോഫാഗസ് ഫംഗൈ. പല അഡാപ്റ്റേഷൻസും ഉണ്ടാക്കിയിട്ട് ചില സ്ലൈമി സബ്സ്റ്റൻസോ അങ്ങനെയുള്ളതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഈ നെമറ്റോഡ്സിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള നെമറ്റോഫാഗി, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിഡേഷൻ, പ്രേ-പ്രിഡേറ്റർ റിലേഷൻഷിപ്പ്. ഇതുപോലെ ഇതിപ്പോ നമ്മൾ നോക്കിയതെല്ലാം മൈക്രോബ്സും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സും മൈക്രോ ഓർഗാനിസംസും തമ്മിലും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അസോസിയേഷൻസ് എല്ലാം പ്ലാന്റ്സും മൈക്രോബ്സും തമ്മിലുണ്ട്. പോസിറ്റീവ് ഇന്ററാക്ഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇന്ററാക്ഷൻസും ഉണ്ട്. പോസിറ്റീവ് ഇന്ററാക്ഷൻസ് പ്ലാന്റ്സും മൈക്രോബ്സും തമ്മിൽ രണ്ട് ടൈപ്പ് പോസിറ്റീവ് ഇന്ററാക്ഷൻസേ ഉള്ളൂ. സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസും മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻസും. സിനർജിസം ആൻഡ് മ്യൂച്വലിസം. കമൻസാലിസം പ്ലാന്റ്സും മൈക്രോബ്സും തമ്മിലില്ല. സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസിൽ ബിറ്റ്വീൻ പ്ലാന്റ്സും മൈക്രോബ്സും വരുന്നതാണ് റൈസോസ്ഫിയർ, റൈസോപ്ലെയിൻ, ഫില്ലോസ്ഫിയർ ആൻഡ് സ്പെർമോസ്ഫിയർ. ഇതെല്ലാം ബിറ്റ്വീൻ പ്ലാന്റ്സും മൈക്രോബ്സും തമ്മിലാണ്. നെഗറ്റീവ് ഇന്ററാക്ഷൻ, ഒരേ ഒരു ടൈപ്പ് നെഗറ്റീവ് ഇന്ററാക്ഷൻ മാത്രമേ ബിറ്റ്വീൻ പ്ലാന്റ്സും മൈക്രോബും തമ്മിലുള്ളൂ. അതാണ് പാരസിറ്റിസം എന്ന് പറയുന്ന ഇന്ററാക്ഷൻ. ദാറ്റ്സ് ദ ഓൺലി വൺ ടൈപ്പ് നെഗറ്റീവ് ഇന്ററാക്ഷൻ. പ്ലാന്റ് മൈക്രോബ് ഇന്ററാക്ഷൻസിൽ, പോസിറ്റീവ് ഇന്ററാക്ഷൻസിൽ
സിനർജിസം ആൻഡ് മ്യൂച്വലിസം. സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? റൈസോസ്ഫിയർ, റൈസോപ്ലെയിൻ, ഫില്ലോസ്ഫിയർ ആൻഡ് സ്പെർമോസ്ഫിയർ. മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻസ് ആണ് റൂട്ട് നൊഡ്യൂൾ ഇന്ററാക്ഷന്, ലീഫ് നൊഡ്യൂൾ ഇന്ററാക്ഷന്, മൈക്കോറൈസം. Rhizosphere. The rhizosphere is a term which was first introduced by a scientist, Hiltner. ഹിൽറ്റ്നർ ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മളൊരു റൈസോസ്ഫിയറിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, റൈസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സോയിൽ സറൗണ്ടിങ് ദ റൂട്ട്, റൂട്ടിന് ചുറ്റുമുള്ള സോയിലിനെയാണ് റൈസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. റൈസോസ്ഫിയറിന്റെ സ്ട്രക്ചറിനകത്ത് 3 സോൺസ് ആണുള്ളത്. ഒരു ഇന്നർ സോൺ ഉണ്ട്, ഒരു റൈസോപ്ലെയിൻ ആൻഡ് ഔട്ടർ സോൺ, അങ്ങനെ 3 സോൺ. ഇന്നർ സോൺ, that is also known as endorhizosphere. അതിനെ endorhizosphere എന്നും വിളിക്കും. It is close to the root. റൂട്ടുമായിട്ട് ഏറ്റവും അടുത്തിട്ടുള്ള ഭാഗത്തിനെയാണ് endorhizosphere അല്ലെങ്കിൽ ഇന്നർ സോൺ എന്ന് പറയുന്നത്. It includes the portion of cortex and epidermis in which the microorganism may occupy between the vacant space known as apoplastic space. ഇതിനകത്ത് റൂട്ടിന്റെ കോർട്ടെക്സിന്റെ പോർഷൻ വരുന്നുണ്ട്, എപ്പിഡെർമിസ് വരുന്നുണ്ട്, പിന്നെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറയുന്ന പേരാണ് അപ്പോപ്ലാസ്റ്റിക് സ്പേസ് എന്ന്. അവിടെയാണ് മൈക്രോ ഓർഗാനിസംസ് വരുന്നത്. റൈസോപ്ലെയിൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഫ്.ഇ. ക്ലാർക്ക് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൂട്ട് സർഫസിനെ പറയുന്ന പേരാണ് റൈസോപ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഔട്ടർ സോൺ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സോറൈസോസ്ഫിയർ. ദിസ് ലെയർ ഈസ് അഡ്ജസ്റ്റന്റ് ടു ദ പോർഷൻ ഓഫ് ദ എപ്പിഡെർമിസ്. എപ്പിഡെർമിസിന് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള പോർഷനെയാണ് ഔട്ടർ സോൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ പിക്ചറിൽ നമുക്കതെല്ലാം കാണാം. റൂട്ട് ഹെയർസ്, റൈസോസ്ഫിയർ സോയില്, ഇതാണ് എൻഡോറൈസോസ്ഫിയർ എന്ന് പറയുന്നത്, കോർട്ടെക്സിനോട് ഏറ്റവും അടുത്തുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇത് റൈസോപ്ലെയിന്, റൂട്ടിന്റെ സർഫസ്. ഇത് എക്സോറൈസോസ്ഫിയർ, അഡ്ജസ്റ്റന്റ് ടു കോർട്ടെക്സ് ആയിട്ട് വരുന്ന ഭാഗം. റൂട്ട് ടിപ്പ്, നോൺ റൈസോസ്ഫിയർ സോയിൽ. ദൂരോട്ടുള്ള ഭാഗത്തിനെ നമ്മൾ നോൺ റൈസോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. റൂട്ട് എക്സുഡേഷൻ. എന്താണ് റൂട്ട് എക്സുഡേഷൻ? റൂട്ട്സിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് certain factors external to the root releases some substances and that is known as root exudation. ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് റൂട്ട്സിൽ നിന്ന് ചില സബ്സ്റ്റൻസസ്, ഓർഗാനിക് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യും. ആ സബ്സ്റ്റൻസിനെ റൂട്ട് എക്സുഡേറ്റ്സ് എന്ന് വിളിക്കാം. ആ ഫിനോമിനെ റൂട്ട് എക്സുഡേഷൻ എന്ന് പറയാം. The reason for intensive microbial activity is due to the phenomenon called root exudation. ഈ റൈസോസ്ഫിയർ റീജിയന് ചുറ്റും മൈക്രോ ഓർഗാനിസംസിന്റെ നമ്പർ ഭയങ്കര കൂടുതലായിരിക്കും കമ്പയർഡ് ടു നോൺ റൈസോസ്ഫിയർ. അപ്പൊ അതിന്റെ ആ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റി കൂടാനുള്ള കാരണമാണ് റൂട്ട് എക്സുഡേഷൻ. അതിനുള്ള കാരണമാണ് റൂട്ട് എക്സുഡേഷൻ. ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഡിഫ്യൂസ് ഔട്ട് ഓഫ് ദ റൂട്ട്. റൂട്ടിന് വെളിയിലേക്ക് വരും. ഇതാണ് റൂട്ട് എക്സുഡേറ്റ്സ് എന്ന് പറയുന്നത്. Root exudates basically include root secretion and root diffusates. Root secretions, root diffusates, ഇതൊക്കെയാണ് റൂട്ട് എക്സുഡേറ്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ കമ്പോണൻസ് എന്ന് നോക്കാം നമുക്ക്. ഓർഗാനിക് കോമ്പൗണ്ട്സ്, പിന്നെ എക്സാമ്പിൾസ് പ്രോട്ടീൻസ്, ഓർഗാനിക് ആസിഡ്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ്, ഫ്ലേവോനോയിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, എൻസൈംസ്, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ് വാട്ടർ, ആനയോൺ, ഗ്യാസസ് ലൈക്ക് കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, അതെല്ലാം ഇനോർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഇതല്ലാതെ ചില മിസലേനിയസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നെഗറ്റീവ് ഇഫക്റ്റ് ഉള്ളതുമുണ്ട്, പോസിറ്റീവ് ഇഫക്റ്റ് ഉള്ളതുമുണ്ട്.
ഓക്സിൻസ് അതൊക്കെ പോസിറ്റീവ് ഇഫക്റ്റ് ഉള്ളതാണ്. ഗ്ലൈക്കോസൈഡ്സ്, സാപ്പോണിൻ, ഹൈഡ്രോസയാനിക് ആസിഡ് ഒക്കെ നെഗറ്റീവ് ഇഫക്റ്റ് വരുന്നതാണ്. അപ്പം അങ്ങനെ പോസിറ്റീവ് ഇഫക്റ്റും നെഗറ്റീവ് ഇഫക്റ്റും ഉള്ളത് വരുന്നുണ്ട്. Rhizosphere effect. Rhizosphere effect is an important term that quantitatively measure the microbial count in the rhizosphere zone. Rhizosphere സോണിലുള്ള ഓർഗാനിസംസിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ചെയ്യുന്നതിനുള്ള ടേമാണ് റൈസോസ്ഫിയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. റൈസോസ്ഫിയർ ഇഫക്റ്റ് അല്ലെ, റൈസോസ്ഫിയർ ഇഫക്റ്റ് നോൺ റൈസോസ്ഫിയർ സോയിൽ എന്തുമാത്രം ഓർഗാനിസം ഉണ്ട്, റൈസോസ്ഫിയർ സോയിൽ എന്തുമാത്രം ഓർഗാനിസംസ് ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ്, അതിനെയാണ് നമ്മൾ റൈസോസ്ഫിയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൂട്ട്സ് എങ്ങനെ റൈസോസ്ഫിയർ ഫ്ലോറയെ ഇൻഫ്ലുവൻസ് ചെയ്യും, മൈക്രോ ഓർഗാനിസംസ് എങ്ങനെ റൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ തമ്മിലുള്ള ഇൻഫ്ലുവൻസ് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റൈസോസ്ഫിയർ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ റൈസോസ്ഫിയർ ഇഫക്റ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് RS റേഷ്യോ. RS റേഷ്യോ എന്ന ടേം ഉപയോഗിച്ചാണ് നമ്മൾ റൈസോസ്ഫിയർ ഇഫക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത്. RS റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ റൈസോസ്ഫിയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ നോൺ റൈസോസ്ഫിയർ. നോൺ റൈസോസ്ഫിയറിലുള്ള ഓർഗാനിസംസും കണ്ടുപിടിക്കണം. അതായത് നോൺ റൈസോസ്ഫിയർ സോയിൽ നമ്മൾ എടുക്കും, പ്ലാന്റ്സ് ഒന്നും വലുതായിട്ട് ഇല്ലാത്തത്, അതുപോലെ പ്ലാന്റ്സ് നല്ലതുപോലെ ഉള്ളതോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ അപ്രൂട്ട് ചെയ്തിട്ട് അതിനെ ഷെയ്ക്ക് ചെയ്തെടുക്കുന്ന സോയിലോ കളക്ട് ചെയ്ത് രണ്ടിനകത്തെയും ഓർഗാനിസംസ് എടുത്ത് ഡിവൈഡ് ചെയ്തെടുത്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, റൈസോസ്ഫിയർ RS റേഷ്യോ കണ്ടുപിടിക്കുന്നത്. RS റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റൈസോസ്ഫിയർ ഇഫക്റ്റ് എന്തുമാത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ മൈക്രോബയോളജി ഒന്ന് നോക്കാം. The soil surrounding the plant root, where root exudate migrate and microbiological activity is especially high, is called rhizosphere. അതിനെയാണ് റൈസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആ സർഫസിനെ നമുക്ക് റൈസോപ്ലെയിൻ എന്ന് പറയുന്നു. ഇതിനകത്തുനിന്ന് പലതരം സബ്സ്റ്റൻസുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സബ്സ്റ്റൻസ് എല്ലാം തന്നെയും ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Effect of the rhizosphere is negligible for algae and protozoa. ആൽഗയുടെ കേസിലും പ്രോട്ടോസോവയുടെ കേസിലും ഇതിന് വലിയ ഇഫക്റ്റ് ഇല്ല. കാരണം ആൽഗെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്, അത് തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്തെടുത്തോളും. അതുപോലെ പ്രോട്ടോസോവ ദേ ഡിറൈവ് ന്യൂട്രീഷൻ ബൈ ഡിവോറിങ് ബാക്ടീരിയ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഇഫക്റ്റ് ആൽഗെ ആൻഡ് പ്രോട്ടോസോവയുടെ കേസിൽ ഇല്ല. എന്നാൽ ബാക്ടീരിയ, ഫഞ്ചൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റൈസോസ്ഫിയർ ഇഫക്റ്റ് വളരെ കൂടുതലുള്ള ഓർഗാനിസംസ് ആണ്. കോമൺ ആയിട്ട് റൈസോസ്ഫിയറിൽ കാണുന്ന ഓർഗാനിസംസ് ബാക്ടീരിയ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, ആക്ടിനോമൈസീഡ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ബാക്ടീരിയ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ളതുണ്ട്, ഫോസ്ഫേറ്റ് സോളബിളൈസിങ് ആയിട്ടുള്ളതുണ്ട്. ഫോസ്ഫേറ്റ് സോളബിളൈസേഷൻ ഫോസ്ഫറസ് പോലെയൊക്കെ ഉള്ളത് ഒരു ഇൻസോളബിൾ ഫോമിലാണ് സോയിലിരിക്കുന്നത്. അതിനെ സോളബിളൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ സ്യൂഡോമോണാസ്, ആർത്രോബാക്ടർ, അസറ്റോബാക്ടർ, അഗ്രോബാക്ടീരിയം, ഫ്ലേവോബാക്ടീരിയം, സെല്ലുലോമോണാസ്, റൈസോബിയം, ക്ലോസ്ട്രിഡിയം, ഇതെല്ലാം റൈസോസ്ഫിയറിൽ കാണുന്ന ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ്. അതിൽ തന്നെ നൈട്രജൻ ഫിക്സിങ്ങും വരാറുണ്ട്. പിന്നെ അസറ്റോബാക്ടറും ഒക്കെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ളതാണ്. സ്യൂഡോമോണാസ് ഒരു ഫോസ്ഫേറ്റ് സോളബിളൈസിംഗ് ആയിട്ട് ഉള്ളതാണ്. ഫഞ്ചൈ, പല ഫഞ്ചൈയും റൈസോസ്ഫിയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല ഫംഗൽസും കാണുന്നുണ്ട്. സെഫാലോസ്പോറിയം, ട്രൈക്കോഡെർമ, പെനിസിലിയം, ഗ്ലയോക്ലാഡിയം, ഗ്ലയോമാസ്റ്റിക്സ്, ഫ്യൂസേറിയം എക്സാമ്പിൾസ് ആണ്.
ആക്ടിനോമൈസീഡ്സിന് റൈസോസ്ഫിയറിൽ കാണുന്ന ആക്ടിനോമൈസീഡ്സിന് എക്സാമ്പിൾ ആണ് ഫ്രാങ്കിയ, എക്സാമ്പിൾ ആണ് ഡർക്സിയ, അത് എക്സാമ്പിൾ ആണ് ആക്ടിനോമൈസീഡ്സിന് എക്സാമ്പിൾ ആണ്. റോൾ ഓഫ് റൈസോസ്ഫിയർ മൈക്രോബ്സ്. എന്ത് റോളാണ് റൈസോസ്ഫിയർ ഓർഗാനിസംസിന് ഉള്ളത്? റൈസോസ്ഫിയർ മൈക്രോ ഓർഗാനിസംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ദേ promote plant growth by various ways. One example is റൈസോസ്ഫിയർ ബാക്ടീരിയയിൽ പലതും നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് റൈസോബിയം, അസറ്റോബാക്ടർ, ഇതെല്ലാം അറ്റ്മോസ്ഫെറിക് നൈട്രജൻ നേരിട്ട് പ്ലാന്റ്സിന് എടുക്കാൻ പറ്റത്തില്ല. പ്ലാന്റ്സിന് എടുക്കാൻ പറ്റുന്ന യൂട്ടിലൈസബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തൊക്കെ കൊടുക്കും. പിന്നെ അതുപോലെ ഫോസ്ഫേറ്റ് സോളബിളൈസിങ് മൈക്രോ ഓർഗാനിസം, ഫോസ്ഫേറ്റ് സോളബിളൈസിങ് മൈക്രോബ്സ് സച്ച് ആസ് ബാസിലസ് പോളിമിക്സ ഫൗണ്ട് ഇൻ റൈസോസ്ഫിയർ റിലീസ് ഫ്രീ ഫോസ്ഫേറ്റ്, ഫോസ്ഫറസിനെ സോളബിളൈസ് ചെയ്ത് പ്ലാന്റ്സിന് പറ്റുന്ന ഫോമിലേക്ക് കൊടുക്കും. അപ്പം അത് പ്ലാന്റ് ഗ്രോത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ several rhizosphere organisms like Acetobacter, Arthrobacter, Pseudomonas, Agrobacterium produce growth hormones like gibberellins, indole acetic acid that promote plant growth. Plant growth കൂട്ടുന്ന സബ്സ്റ്റൻസ് ആണ് ഇതെല്ലാം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസോസ്ഫിയറിൽ കാണുന്ന ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ് ഇതെല്ലാം. അസറ്റോബാക്ടർ, സ്യൂഡോമോണാസ്, അഗ്രോബാക്ടീരിയം, ഇതൊക്കെ. Many rhizosphere fungi are associated with the plant root in the form of mycorrhiza. അടുത്ത ഫംഗസും റൂട്ടും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. ഈ മൈക്കോറൈസ ഫോസ്ഫറസ് പോലെയുള്ള എലമെന്റ്സിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റ്സിന് സപ്ലൈ ചെയ്യും. അപ്പം അതും പ്ലാന്റ്സിന് കിട്ടുന്ന ഒരു ബെനഫിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ റൈസോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനഫിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ദേ ഇൻഡ്യൂസ് ഡെവലപ്മെന്റ് ഓഫ് ലാറ്ററൽ റൂട്ട് ഹെയർ ഡെവലപ്മെന്റ്, മ്യൂസിലാജിനസ് സെക്രീഷൻ ഫ്രം പ്ലാന്റ് ലാറ്ററൽ റൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. സം റൈസോസ്ഫിയർ മൈക്രോബ്സ് പ്രൊഡ്യൂസ് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റി മൈക്രോബിയൽ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ദാറ്റ് ഇൻഹിബിറ്റ് പ്ലാന്റ് പാത്തോജൻസ്. പ്ലാന്റ് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓൾസോ ഇൻക്രീസ് റേറ്റ് ഓഫ് എക്സുഡേറ്റ് സെക്രീഷൻ. പ്ലാന്റ് റൂട്ട്സ് ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് സോയിൽ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യാനായിട്ട്, അങ്ങനെ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു വലിയൊരു ഇതാണ്, അല്ലെങ്കിൽ ഒരു മേജർ റോളാണ് സിഡറോഫോർ പ്രൊഡക്ഷൻ. സ്യൂഡോമോണാസ് പോലെ സോയിലിൽ കാണുന്ന ബാക്ടീരിയ സിഡറോഫോസ് സെക്രീറ്റ് ചെയ്യും. They are iron chelating substance that tightly bind iron and make it unavailable for the growth of pathogens. അയണുമായിട്ട് അത് ബൈൻഡ് ചെയ്യും, പ്ലാന്റ്സിന് കൊണ്ട് സപ്ലൈ ചെയ്യും. അങ്ങനെ പാത്തോജൻസിൽ അയണിന്റെ അളവ് കുറയ്ക്കും. അങ്ങനെ പാത്തോജൻസിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റഡ് ആകും. ഇനി ഇഫക്റ്റ് ഓഫ് പ്ലാന്റ് റൂട്ട് ഓൺ റൈസോസ്ഫിയർ ഫ്ലോറ. നമ്മൾ പ്ലാന്റ് ഗ്രോത്തിനെ റൈസോസ്ഫിയർ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അതായത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു, പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സിഡറോഫോസ് സെക്രീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ തിരിച്ച് പ്ലാന്റിന്റെ ഗ്രോത്ത് മൈക്രോബിയൽ ഫ്ലോറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്ലാന്റ് റൂട്ട് എക്സുഡേറ്റ്സ് contain carbohydrate, amino acids, nucleotides. They serve as food for the growth of rhizophyte. Exudates, അതാണ് റൂട്ട് എക്സുഡേറ്റ്സ്. ഓർഗാനിക് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എല്ലാം ഉണ്ട്. അത് ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ലൈക്ക് ഗ്ലൈക്കോസൈഡ്സ്, ഹൈഡ്രോസയാനിക് ആസിഡ് ആൻഡ് ആന്റി ഫംഗൽ ഏജൻസ് ദാറ്റ് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് റൈസോസ്ഫിയർ മൈക്രോ ഓർഗാനിസംസ്. ചില വേണ്ടാത്ത ചില ഓർഗാനിസംസ് പാത്തോജൻസ് ഒക്കെ കാണും, അതിൻ്റെയൊക്കെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ
Plant roots release carbon dioxide during respiration that make habitat acidic and anaerobic. കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും, അങ്ങനെ അനൈറോബിക് അസിഡിക് ഹാബിറ്റാറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. Plant roots produce chemicals that bring fungi status that refer to an inability of spore to germinate. ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും, അത് ഫംഗിസ്റ്റാറ്റിക് ആണ്, അതായത് സ്പോർ ജെർമിനേറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അതായത് പാത്തോജൻസിൻ്റെ ഒക്കെ സ്പോർ ആണെന്നുണ്ടെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, റൂട്ട് ഓഫ് ആലിയം പ്രൊഡ്യൂസ് alkyl cysteine sulfoxide that inhibit germination of Sclerotium sepivorum. അതൊരു പാത്തോജൻ ആണ്. അതിൻ്റെ സ്ക്ലീറോഷ്യ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ആലിയത്തിൻ്റെ റൂട്ട്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കൈൽ സിസ്റ്റീൻ സൾഫോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കൽ. അപ്പം നമ്മൾ സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് മൈക്രോബ്സ്. സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസിൽ റൈസോസ്ഫിയർ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ റൂട്ട് ആൻഡ് സോയിൽ, പ്ലാന്റ് റൂട്ട് ആൻഡ് സോയിൽ. അടുത്തതാണ് സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസിൽ ഫില്ലോസ്ഫിയർ, അസോസിയേഷൻ ബിറ്റ്വീൻ ദ ലീഫ് ആൻഡ് ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദ ലീഫ് സർഫസ്. ലീഫും ലീഫിൻ്റെ സർഫസിലുള്ള ഓർഗാനിസംസും തമ്മിലുള്ള അസോസിയേഷനെയാണ് ഫില്ലോസ്ഫിയർ എന്ന് പറയുന്നത്. ഈസ് ദ ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് എബവ് ദ ഗ്രൗണ്ട് ലൈക്ക് ലീവ്സ്, സ്റ്റെം, ഫ്ലവേഴ്സ്, ഇതെല്ലാം വരും അതിനകത്ത്. ലീവ്സ്, സ്റ്റെം, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫില്ലോസ്ഫിയർ എന്ന് പറയുന്നത്. Philosphere comprises the aerial part of the plant and is dominated by the leaves followed by stem, flowers and fruits. Anthosphere വരും അതിനകത്ത്, കാർപ്പോസ്ഫിയർ വരും, സ്പെർമോസ്ഫിയർ, കൗലോസ്ഫിയർ, ഫില്ലോസ്ഫിയർ. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം നമുക്ക്. The philosphere is an important habitat for diverse group of microbial community including bacteria, filamentous fungi, yeast, algae and protozoa. ഇതുമായിട്ടെല്ലാം ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എല്ലാം അതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ബാക്ടീരിയ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, ആൽഗെ ഉണ്ട്, പ്രോട്ടോസോവയുണ്ട്. എ വെറൈറ്റി ഓഫ് ബാക്ടീരിയ, ഫിലമെന്റസ് ഫഞ്ചൈ ആൻഡ് ഈസ്റ്റ് naturally colonize the philosphere region, followed by less frequent protozoa and nematode colonization. ബാക്ടീരിയ ഉണ്ട്, ഫിലമെന്റസ് ഫഞ്ചൈ ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, ഇതെല്ലാം കോളനൈസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോസോവ, നെമറ്റോഡ്സ് ഒക്കെ വളരെ കുറവായിട്ടാണ്. എക്സിബിറ്റ് കമൻസാലിസം, മ്യൂച്വലിസം, ആന്റഗോണിസം, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജനറലി ഫിലോസ്ഫിയർ contain 4 major species of bacteria. ഏതൊക്കെയാണ്? പ്രോട്ടിയോബാക്ടീരിയ, ഫെർമിക്യൂട്സ്, ബാക്ടീരിയോയിഡ്സ് ആൻഡ് ആക്ടിനോബാക്ടീരിയ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബാക്ടീരിയൽ ജനറയാണ് ഹൈഫോമൈക്രോബിയം, മെത്തൈലോസെല്ല, പ്രോട്ടിയോബാക്ടീരിയ, ആക്ടിനോബാക്ടീരിയ, ബാക്ടീരിയോയിഡ്സ്, ഫ്ലേവോബാക്ടീരിയം ആൻഡ് സ്യൂഡോമോണാസ്. കോമൺ ആയിട്ടുള്ള ഫില്ലോസ്ഫിയർ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾസ്. ഇനി ഇതിനകത്ത് കാണുന്ന ഫില്ലോസ്ഫിയറിൽ കാണുന്ന ഈസ്റ്റിന് എക്സാമ്പിൾ ആണ് ക്രിപ്റ്റോകോക്കസ്, റോഡോടോറുല ആൻഡ് സ്പോറോബോളോമൈസിസ്. അതിന് എക്സാമ്പിൾ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗൽ ജനറയ്ക്ക് ഫിലോസ്ഫിയറിലുള്ളതാണ് ഓൾട്ടർനേറിയ, പെനിസിലിയം, ക്ലാഡോസ്പോറിയം, അക്രിമോണിയം, മ്യൂക്കർ ആൻഡ് ആസ്പെർജില്ലസ് ആർ ദ ഫ്രീക്വന്റ് ഫിലമെന്റസ് ഫഞ്ചൈ. ഫിലോസ്ഫിയർ മൈക്രോബയോം ഓഫ് സ്റ്റെം. ഫിലോസ്ഫിയർ മൈക്രോബയോം ഓഫ് സ്റ്റെം അതിനെ വിളിക്കുന്ന പേരാണ് കൗലോസ്ഫിയർ. Caulosphere is a wooden aerial plant part containing large group of microorganisms. A wooden aerial part. The stem is not most ideal habitat for most microorganisms as the surface
The stem is hydrophobic as a result of chitin and wax covering. ആക്ച്വലി ഇതൊരു നല്ലൊരു ഹാബിറ്റാറ്റ് ഒന്നുമല്ല, കാരണം ഇതിലൊരു വാക്സി കവറിങ് ഒക്കെ ഉള്ളത് കാരണം ഇറ്റ് ഈസ് ഹൈഡ്രോഫോബിക് ആണ്. വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. എന്നാലും കുറച്ച് ഓർഗാനിസംസ് ഒക്കെ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആകുന്നുണ്ട്. എയറിൽ നിന്ന് വരുന്ന കുറച്ച് ഓർഗാനിസംസ് ഒക്കെ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇതിനകത്ത് കൗലോസ്പിയറിൽ വരുന്ന ഇത് ഏറ്റവും കൂടുതൽ ഫഞ്ചൈ ആണ്, പിന്നെ ബാക്ടീരിയം, നെമറ്റോഡ്സുമാണ്. ഫംഗൽ സ്പീഷീസ് സക്കാരോമൈസീസ്, കാൻഡിഡ, ഹാൻസെനിയോസ്പോറ, ലെക്കാന്ത, ഇതെല്ലാം കോമൺ എക്സാമ്പിൾസ് ആണ്. ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ് സ്യൂഡോമോണാസ്, പ്രോട്ടിയോബാക്ടീരിയ ആൻഡ് ഫ്ലേവോ ബാക്ടീരിയ. അതെല്ലാം ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഫില്ലോസ്ഫിയർ മൈക്രോബയോം ഓഫ് ദ ലീഫ്, ഫില്ലോപ്ലെയിൻ. ലീഫിന്റെ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോപ്ലെയിൻ. ഇതിനകത്ത് ബാക്ടീരിയയും ഈസ്റ്റും ഫിലമെന്റസ് ഫഞ്ചയും എല്ലാം വരുന്നുണ്ട്. ഇവിടെയും ലെസ് ഫ്രീക്വന്റ് ആണ് പ്രോട്ടോസോവ, നെമറ്റോഡ്സ് ഒക്കെ. Different physical characteristics of the leaf surface make it a suitable habitat for many microorganisms. പല മൈക്രോ ഓർഗാനിസംസിൻ്റെയും ഒരു suitable ആയിട്ടുള്ള habitat ആണ്. The presence of the outer cuticle on the leaves and its physiology helps the microbes to colonize the surface, and the leaching of the nutrients along with water allows the epiphytes to utilize and develop colonies on the phyllosphere. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു എയറുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ എയറിൽ ഡസ്റ്റിലുള്ള ഓർഗാനിസംസ് എല്ലാം ദേ ഗെറ്റ് ഡിപ്പോസിറ്റഡ്. എന്നിട്ട് ലീവ്സിൻ്റെ ചില പ്രത്യേകത, അതിൻ്റെ ഔട്ടർ ക്യൂട്ടിക്കിള്, അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ തോൺസ്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് എല്ലാം ദാറ്റ് ഹെൽപ്പ് ദ ആങ്കറേജ് ഓഫ് ദീസ് ഓർഗാനിസം, അതിനെ ഇവിടെ ആങ്കർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലീവ്സിൽ ന്യൂട്രിയൻസ് ഭയങ്കര കൂടുതലായിട്ട് വരും. അതായത് അപ്പർ ഇതിൽ നിന്ന് വരുന്ന ന്യൂട്രിയൻസ് ഒക്കെ താഴെയുള്ള ലീവ്സിലേക്ക് വന്നും. അപ്പം അതുകൊണ്ട് തന്നെ താഴെയുള്ള ലീവ്സിലായിരിക്കും ഓർഗാനിസംസ് കൂടുതലായിട്ട് വരുന്നത് അപ്പർ സർഫസിനേക്കാളും, അതുപോലെ ഒരു അപ്പർ ലീവ്സിനേക്കാളും. അതുപോലെ ഒരു ലീഫിനെ തന്നെ അപ്പറും ലോവറും സർഫസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോവർ സർഫസിൽ കുറച്ചുകൂടെ ഓർഗാനിസംസ് കൂടുതലായിരിക്കും. അപ്പറിൽ നിന്ന് വരുന്ന ന്യൂട്രിയൻസ്, പിന്നെ അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഇഫക്റ്റ് വരാത്തതും കൂടി കാരണം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എയറിലൊക്കെയുള്ള ഓർഗാനിസംസ് അവിടെ ആങ്കേർഡ് ആകും, അഡ്ഹേർഡ് ആയിട്ട് വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫില്ലോപ്ലെയിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരിയും ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ബാക്ടീരിയം, ഈസ്റ്റും എല്ലാം വരുന്നുണ്ട്. ഫില്ലോസ്ഫിയർ മൈക്രോബയോം ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൽ കാണുന്നത് അതിനെയാണ് ആന്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. The anthosphere is the region around the flowers and is an important dynamic habitat of microbial growth. ഇവിടെയും അതുപോലെ തന്നെ ഒത്തിരിയും ഓർഗാനിസംസ് വരുന്നുണ്ട്. കോളനൈസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഓർഗാനിസംസ്. ഫ്ലവർ സ്പെസിഫിക് ആണ്, ചിലത് ഫ്ലവർ സ്പെസിഫിക് ആണ്, ഇന്ന ഫ്ലവേഴ്സിൽ ഇന്നതെന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറയാണ് സ്യൂഡോമോണാസ്, ആക്ടിനോബാക്ടർ, പ്രോട്ടിയോബാക്ടീരിയയിൽ വരുന്നത്. അടുത്തത് മെച്ചിനിക്കോവിയ, അതൊരു ഫംഗസ് ആണ്, ആസ്കോമൈക്കോട്ടയിൽ വരുന്ന ഒരു ഫംഗസ് ആണ്. ബസീഡിയോമൈക്കോട്ടയിൽ വരുന്ന വേറൊരു ഫംഗസ് ആണ് ക്രിപ്റ്റോകോക്കസ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്, ആന്തോസ്ഫിയറിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. ഫില്ലോസ്ഫിയർ മൈക്രോബയോം ഓഫ് ഫ്രൂട്ട്, അതിനെ പറയുന്ന പേരാണ് കാർപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. They represent a unique and dynamic habitat where the microbial community are subjected to irregular and sometimes comparatively large changes in temperature, UV radiation, relative humidity. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം വേരിയിങ് ആയിരിക്കും. ഫില്ലോസ്ഫിയർ fruits are essential phyllosphere habitat as it is rich in sugar, and fruit act as common source of food for many yeast species. ഒരു റിച്ച് സോഴ്സ് ഓഫ് റിച്ച് ഇൻ ഷുഗർ ആണ്. അതുപോലെ തന്നെ ഇത് ഈസ്റ്റ് ഒക്കെ കൂടുതലായിട്ട്
കാണപ്പെടുന്നുണ്ട്. ഫ്രൂട്ട് സ്കിൻ ഇൻഹാബിറ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് സ്കിൻ, ഒത്തിരിയും ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഈ ഫ്രൂട്ടിൻ്റെ സ്കിന്നിലൊക്കെ കാണപ്പെടുന്നത്. അങ്ങനെ ഫ്രൂട്ടും അതിലുള്ള ഓർഗാനിസംസും തമ്മിലുള്ള അസോസിയേഷനെയാണ് കാർപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇന്ററാക്ഷൻസിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഇന്ററാക്ഷൻസ് മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ ആണ്. അപ്പം സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസ് റൈസോസ്ഫിയർ, റൈസോപ്ലെയിൻ, ഫില്ലോസ്ഫിയർ ഇതൊക്കെയായിരുന്നു സിനർജിസ്റ്റിക് ഇന്ററാക്ഷൻസ്. മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻസിൽ ഇതാണ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഫംഗൽ റൂട്ട് എന്നാണ് ആ വേർഡിന്റെ മീനിങ്. മൈക്കോ മീൻസ് ഫംഗസ് ആൻഡ് റൈസ മീൻസ് റൂട്ട് എന്നാണ്. ഫംഗൽ റൂട്ട് എന്നാണ് ആ വേർഡിന്റെ മീനിങ്. അപ്പം റൂട്ട്സും പ്ലാന്റ് റൂട്ട്സും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇതൊരു മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂച്വലി രണ്ടും ഇവിടെ ബെനിഫിറ്റഡ് ആകുന്നുണ്ട്. റൂട്ട്സും ബെനിഫിറ്റഡ് ആകുന്നു, ഫംഗസും ബെനിഫിറ്റഡ് ആകുന്നു. റൂട്ട്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തറ്റിക് ആണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഫംഗസിന് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഫംഗസിന് കിട്ടുന്ന ബെനിഫിറ്റ്. തിരിച്ച് ഫംഗസ് ദേ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ലൈക്ക് ഫോസ്ഫറസ്, ഇതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് പ്ലാന്റിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ രണ്ടും മ്യൂച്വലി ഇവിടെ ബെനിഫിറ്റഡ് ആകുന്നുണ്ട്. ഒരു 90% ഓഫ് ലാൻഡ് പ്ലാന്റ്സിലും ഇത് കാണപ്പെടാറുണ്ട്. ഇത് രണ്ട് ടൈപ്പിലുള്ള മൈക്കോറൈസയുണ്ട്, എക്ടോ മൈക്കോറൈസയും എൻഡോ മൈക്കോറൈസയും. അതതിൻ്റെ ഫംഗസ് എവിടെയാണ് കാണപ്പെടുന്നത് അത് വെച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്ടോ മൈക്കോറൈസ ആൻഡ് എൻഡോ മൈക്കോറൈസ. Fungal filaments. Fungal filaments create a vast network, significantly increasing the surface area of absorbing water and essential nutrients from the soil. ആ ഒരു നെറ്റ്വർക്ക് അവിടെ വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ സോയിലിൽ നിന്നെല്ലാം ഈ ന്യൂട്രിയൻസും വാട്ടറും എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് ഇത് ഫംഗസ് ഡെലിവേഴ്സ് വാട്ടർ, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് സിങ്ക് ഇതെല്ലാം പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യും. തിരിച്ച് പ്ലാന്റ് സപ്ലൈ ദ ഫംഗസ് വിത്ത് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ പ്ലാന്റ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എൻഹാൻസ്ഡ് ന്യൂട്രീഷൻ, ബെറ്റർ ആക്സസ് ടു വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്, എസ്പെഷ്യലി ഫോസ്ഫറസ് നല്ല രീതിയിൽ കിട്ടുന്നു. പ്രൊമോട്ട്സ് ബെറ്റർ പ്ലാന്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, പ്ലാന്റ് ഡെവലപ്മെന്റ് അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡിസീസ് റെസിസ്റ്റൻസ്, പ്രൊട്ടക്ട് പ്ലാന്റ്സ് ഫ്രം പാത്തോജൻസിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സോയിൽ സ്ട്രക്ചർ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ട് ടൈപ്പാണ് മേജർ ആയിട്ടുള്ളത്, എക്ടോ മൈക്കോറൈസ, എൻഡോ മൈക്കോറൈസ. പിന്നെ ഒരു ടൈപ്പും കൂടി എക്ടെൻഡോ മൈക്കോറൈസ, എക്ടോയുടെയും എൻഡോയുടെയും ഫീച്ചേഴ്സ് കാണിക്കുന്ന എക്ടെൻഡോ മൈക്കോറൈസ. എക്ടോ മൈക്കോറൈസയുടെ പ്രത്യേകത, ദ ഫംജൈ ഫോം എ ഷീത്ത് എറൗണ്ട് ദ റൂട്ട് ടിപ്പ്. റൂട്ടിന് ചുറ്റും അതൊരു ഷീത്ത് പോലെ അത് ഗ്രോ ചെയ്യും. എൻഡോ മൈക്കോറൈസ എന്ന് പറയുമ്പോൾ ഇത് ഇതിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്യും. പെനട്രേറ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എൻഡോ മൈക്കോറൈസ. ഒരു എക്ടോ മൈക്കോറൈസ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫംഗൽ മാൻറ്റിൽ ഓർ എ ഷീറ്റ്, that is a dense layer of fungal tissue that envelop the root tip. റൂട്ട് ടിപ്പിന് ചുറ്റും കാണുന്ന ആ ഒരു ഫംഗൽ ടിഷ്യൂവിനെ 40 മൈക്രോമീറ്റർ തിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയാണ് ഫംഗൽ മാൻഡിൽ എന്ന് വിളിക്കുന്നത്. അടുത്തതൊരു ഹാർട്ടിക് നെറ്റ്, എ കോംപ്ലക്സ് labyrinthine network of fungal hyphae that grows between the epidermis and cortex. റൂട്ട് എപ്പിഡെർമിസിനും കോർട്ടെക്സിനും ഇടയിൽ ഗ്രോ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ഫംഗൽ ഹൈഫയാണ് നമ്മൾ ഹാർട്ടിക് നെറ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ പ്രൈമറി സൈറ്റ് ഫോർ ന്യൂട്രീഷൻ ആൻഡ് കാർബൺ എക്സ്ചേഞ്ച്. ഈ ന്യൂട്രീഷനും കാർബൺ എക്സ്ചേഞ്ചും ഒക്കെ നടക്കുന്നത് ഈ ഹാർട്ടിക് നെറ്റിൽ വെച്ചിട്ടാണ്. Then extra radical mycelium, fungal filaments that extend from the mantle. മാൻഡിലിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഇതിനെയാണ് എക്സ്ട്രാ റാഡിക്കൽ മൈസീലിയം എന്ന് പറയുന്നത്.
ഇതിനകത്ത് ബയോളജിക്കൽ പാർട്ട്നേഴ്സ്, പ്ലാന്റ് പാർട്ട്നേഴ്സ് 2 to 3% പ്ലാന്റ് സ്പീഷീസിലൊക്കെയാണ്, പ്രിഡോമിനൻ്റ്ലി വുഡി പ്ലാന്റ്സിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. കോണിഫേഴ്സ്, പൈൻ, ഫേർ, സ്പ്രൂസ് ഒക്കെ വരുന്നത്. ഡെസിഡേഴ്സ് ട്രീസ്, ബർച്ച്, ഓക്ക്, ബീച്ച്, യൂക്കാലിപ്റ്റസ്, ഇതിലൊക്കെ ഈ അസോസിയേഷൻ കാണപ്പെടുന്നുണ്ട്. ഫംഗസ്, ഇതിനകത്ത് ബെസീഡിയോ മൈക്കോട്ടയും വരുന്നുണ്ട്, ആസ്കോ മൈക്കോട്ടയും വരുന്നുണ്ട്. ഇനി ഇത് പ്ലാന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ന്യൂട്രിയൻ്റ് അപ്ടേക്ക്, എൻഹാൻസ്ഡ് അബ്സോർപ്ഷൻ, ഫോസ്ഫറസ് ഒക്കെ ഇത് വാട്ടർ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡ്രോട്ട് റെസിസ്റ്റൻസ്, വരൾച്ച, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പല പാത്തജൻസിൽ നിന്നും, ഹെവി മെറ്റൽ ടോക്സിസിറ്റിയിൽ നിന്നുമൊക്കെ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. തിരിച്ച് ഫംഗസിന് അതിന് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഇനി എങ്ങനെയാണ് ഒരു എക്ടോമൈക്കോറൈസ ഫോം ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എക്ടോമൈക്കോറൈസ ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സീക്വൻസ്. എന്തൊക്കെയാണ്? ആദ്യം സിഗ്നലിംഗ്. പ്ലാന്റ് റൂട്ട് എക്സുഡേറ്റ്സ് ലൈക്ക് ഫ്ലേവോനോയിഡ്സ് കീമോടാക്ടിക്കലി അട്രാക്ട് ഫംഗൽ ഹൈഫേ. അപ്പൊ ഈ പ്ലാന്റ്സ് പല സബ്സ്റ്റൻസും സെക്രീറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റൂട്ട് എക്സുഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ റൂട്ട് എക്സുഡേറ്റ്സിലെ ഒരു കമ്പോണന്റ് ആണ് ഫ്ലേവോനോയിഡ്സ്. ഈ ഫ്ലേവോനോയിഡ്സ് ഈ സോയിലുള്ള ഫംഗസിനെ കീമോടാക്ടിക്കലി അട്രാക്ട് ചെയ്യും. ഇനി അടുത്തതാണ്, അപ്പൊ അട്രാക്ട് ചെയ്തു, ഇനി കോണ്ടാക്ട്. ഹൈഫേ അഡ്ഹർ ടു ദ റൂട്ട് സർഫസ് ആൻഡ് ബിഗിൻ ടു മൾട്ടിപ്ലൈ. അത് റൂട്ട് സർഫസിൽ വന്ന് അഡ്ഹർ ആകും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. കോളനൈസേഷൻ. ഫംഗസ് സപ്രസ് റൂട്ട് ഹെയർ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡ്യൂസസ് ബ്രാഞ്ചിങ്. റൂട്ട് ഹെയർ പിന്നെ ഡെവലപ്മെന്റ് ഒക്കെ സപ്രസ് ചെയ്യും, എന്നിട്ട് ബ്രാഞ്ചിങ് ഇൻഡ്യൂസ് ചെയ്യും. മെച്ചുറേഷൻ. ദ മാൻഡിൽ ഫുള്ളി എൻവലപ്പ് ഫ്രം ദ റൂട്ട് ടിപ്പ് ആൻഡ് ദ ഹാർട്ടിക് നെറ്റ് ഡെവലപ്പ് വിത്തിൻ ദ അപ്പോപ്ലാസ്റ്റിക് സ്പേസ് ബിറ്റ്വീൻ ദ റൂട്ട് സെൽ. ഇനി ഇതെല്ലാം അങ്ങ് ബ്രാഞ്ച് ചെയ്യും, എന്നിട്ട് ഇത് ഹാർട്ടിക് നെറ്റ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ഒരു എക്ടോമൈക്കോറൈസൽ റൂട്ടിന്റെ അപ്പിയറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. എൻഡോമൈക്കോറൈസ. മുമ്പിലത്തെ പോലെ റൂട്ടും ഫംഗസും തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ട് the fungus, they grow intracellularly within the cortical cell. ഫംഗസ് പെനട്രേറ്റ് ചെയ്ത് പിന്നെ ഇൻട്രാസെല്ലുലർലി ഇത് കോർട്ടിക്കൽ സെൽസിനകത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ മാൻഡിലോ ഷീത്തോ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഒന്നും ഇവിടെ ഫോം ചെയ്യത്തില്ല. ഇവിടുത്തെ പ്രത്യേകത, they penetrate but remain outside the plant's plasma membrane which invaginates to form a fungal structure. ഇതിനകത്തോട്ട് ഫംഗസ് ഹൈഫേ ഇതിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്യും. പെനട്രേറ്റ് ചെയ്തിട്ട് ഇതങ്ങ് ബ്രാഞ്ച് ചെയ്യും. ഫംഗൽ ഹൈഫേ ബ്രാഞ്ച് ചെയ്യും. ആ ബ്രാഞ്ച്ഡ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ആർബസ്കൽസ് എന്ന് പറയും. ആർബസ്കൽസ് ഷോർട്ട് ലീവ്ഡ് ആണ്. ആർബസ്കൽസിന്റെ ഫംഗ്ഷൻ ആണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഈ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഇത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഗ്ലോബോസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് വെസിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വെസിക്കിൾസ് ഫോം ചെയ്യും. ആർബസ്കൽസ് ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും, ആർബസ്കൽസും വെസിക്കിൾസും എൻഡോമൈക്കോറൈസ ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിനെ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ അല്ലെങ്കിൽ വാം ഫഞ്ചൈ എന്ന് വിളിക്കാം. വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. ഇതൊരു 80 to 85% പ്ലാന്റ് സ്പീഷീസിലും ഇത് കാണപ്പെടുന്നുണ്ട്. അഗ്രികൾച്ചറൽ ക്രോപ്സിൽ, ഗ്രാസസ്, വെജിറ്റബിൾസ്, ഇതിലൊക്കെ ഇത് പ്രസന്റ് ആണ്. ഇത് പലതരത്തിലുള്ള എൻഡോമൈക്കോറൈസയുണ്ട്, ആർബസ്കുലാർ മൈക്കോറൈസയുണ്ട്. അതിന്റെ പ്രത്യേകതയാണ് ആർബസ്കിൾസും വെസിക്കിൾസും ഫോം ചെയ്യുന്നു. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതൊരു സ്റ്റോറേജ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. അടുത്തത് എരിക്കോയിഡ് മൈക്കോറൈസ, ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ഇൻ ദ ഓർഡർ എരിക്കെയിൽസ് ഓർഡറിൽ വരുന്ന ബ്ലൂബെറി, എസിയേൽസ് ഇങ്ങനെയുള്ള ഓർഡറിൽ വരുന്ന പ്ലാന്റ് സ്പീഷീസിൽ കാണുന്നതാണ് എരിക്കോയിഡ് മൈക്കോറൈസ. ദേ ഫോം ഡെൻസ് ഹൈഫൽ കോയിൽസ്. ഡെൻസ് ഹൈഫൽ കോയിൽസ് ഒക്കെ അത് ഫോം ചെയ്യും.
ഓർക്കിഡ് മൈക്കോറൈസ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ കാണുന്ന ഒരു ഗ്രൂപ്പാണ്. ഒബ്ലിഗേറ്റ് ഫോർ ഓർക്കിഡ്സിലൊക്കെ സീഡ് ജെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ അസോസിയേഷൻ എസെൻഷ്യൽ ആണ്. ഇത് ഒബ്ലിഗേറ്റ് ഫോർ ഓർക്കിഡ് സീഡ് ജെർമിനേഷൻ. ആൻഡ് ഹിയർ ഇവിടെ ഫഞ്ചൈ ഇവിടെ ഒരു കോയിൽ ചെയ്യും. ദേ ഫോം കോയിൽസ് കോൾഡ് പെലട്ടൺസ്. പെലട്ടൺസ് ഫോം ചെയ്യും. വിത്തിൻ ദ റൂട്ട് സെൻസിൽ ഇത് പെലട്ടൺസ് ഫോം ചെയ്യും. ബെനിഫിറ്റ്സ്: ന്യൂട്രിയന്റ് അപ്ടേക്ക്, specialized in absorbing phosphorus, zinc and copper as well as nitrogen. ഇതൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വാട്ടർ എഫിഷ്യൻസി, extra radical hyphae extend into small soil pores, improving drought tolerance and water absorption. സ്മോൾ സോയിൽ പോഴ്സിലോട്ടൊക്കെ ഇത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡ്രോട്ട് ടോളറൻസും വാട്ടർ അബ്സോർപ്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോയിൽ സ്ട്രക്ചർ, ഫഞ്ചൈ പ്രൊഡ്യൂസ് ഗ്ലോമലിൻ, എ ഗ്ലൈക്കോപ്രോട്ടീൻ ദാറ്റ് ഹെൽപ്പ് ബൈൻഡ് സോയിൽ പാർട്ടിക്കിൾസ്. സോയിൽ പാർട്ടിക്കിൾസിനെയൊക്കെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഫഞ്ചൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ പേരാണ് ഗ്ലോമലിൻ. അതൊരു ഗ്ലൈക്കോപ്രോട്ടീനാണ്. മ്യൂച്വൽ എക്സ്ചേഞ്ച് പ്രോസസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഫ്രം ഫംഗസ് ടു പ്ലാന്റ്, ഫംഗസിൽ നിന്ന് പ്ലാന്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പ്ലാന്റിന് കിട്ടുന്നത് മിനറൽസ്, വാട്ടർ, ഇതൊക്കെ തിരിച്ച് പ്ലാന്റ് ഫംഗസിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫംഗസിന് കിട്ടുന്നത് പ്രിപ്പയർഡ് ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അത് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു എൻഡോമൈക്കോറൈസയുടെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആർബസ്കൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ ആർബസ്കൽസ് പിന്നീട് വെസിക്കിൾസ് ആയിട്ട് മാറും. ഇതാണ് വെസിക്കിൾസ്. ഈ കാണിച്ചിരിക്കുന്നത് ആർബസ്കൽസ്. ഇത് എക്ടോമൈക്കോറൈസയുടെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫംഗൽ ഷീത്ത് ഇവിടെ കാണാൻ സാധിക്കും. ഇത് എൻഡോമൈക്കോറൈസ. അടുത്ത പ്ലാന്റ്സും മൈക്രോ ഓർഗാനിസവും തമ്മിലുള്ള വേറൊരു അസോസിയേഷൻ ആണ് റൈസോബിയം ലെഗ്യൂം അസോസിയേഷൻ. നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു അസോസിയേഷൻ ആണ് റൈസോബിയം ലെഗ്യൂം അസോസിയേഷൻ. Is a mutualistic association between soil bacteria, specifically rhizobium and leguminous plants. Soil കാണുന്ന ഒരു ബാക്ടീരിയ ആണ് റൈസോബിയം. They enter into association with the roots of leguminous plants. പയർ വർഗത്തിൽപ്പെട്ട ചെടികളുമായിട്ടത് അസോസിയേറ്റ് ചെയ്യും. ഇവിടെയും മ്യൂച്വലിസം ആണ്. രണ്ടും ബെനിഫിറ്റഡ് ആകുന്ന അസോസിയേഷൻ ആണ്. റൂട്ട്സും ബെനിഫിറ്റഡ് ആകും അല്ലെങ്കിൽ പ്ലാന്റ് ബെനിഫിറ്റഡ് ആകും. പ്ലാന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റൈസോബിയം ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. നൈട്രജൻ ഫിക്സ് ചെയ്ത് പ്ലാന്റ് യൂട്ടിലൈസബിൾ ഫോം ആയിട്ടുള്ള അമോണിയ ആക്കി കൊടുക്കും. തിരിച്ച് റൈസോബിയത്തിന് ഇത് പ്രിപ്പയർഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇത് തമ്മിൽ അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ലെഗുമിനസ് പ്ലാന്റ്സിൽ ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു ട്യൂമർ ലൈക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. ആ ട്യൂമർ ലൈക്ക് ഗ്രോത്തിനെ പറയുന്ന പേരാണ് നൊഡ്യൂൾ. ഈ നൊഡ്യൂൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. റൈസോബിയ ബാക്ടീരിയ കോളനൈസ് ദ റൂട്ട് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ഇതിന് ചുറ്റും വന്നിത് കോളനൈസ് ചെയ്യും. സോയിലിൽ ബാക്ടീരിയ ആണ്, ഫ്രീ ആയിട്ടുള്ളതാണ്. പക്ഷെ ഇത് കൂടുതലും കാണപ്പെടുന്നത് റൂട്ട്സ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സിന് ചുറ്റുമായിട്ടാണ്. പ്ലാന്റ്സ് ചില സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ദേ റിലീസ് കെമിക്കൽ സിഗ്നൽസ് നോൺ ആസ് ഫ്ലേവോനോയിഡ്സ് ഇൻ ടു ദ സോയിൽ. സോയിലിലേക്ക് പ്ലാന്റ്സ് സിഗ്നൽസ്, അതായത് ചില സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്ലേവോനോയിഡ്സ്. ദീസ് ബാക്ടീരിയ വിച്ച് അട്രാക്ട് കോമ്പാറ്റിബിൾ റൈസോബിയം. ഈ ഫ്ലേവോനോയിഡ്സ് ഈ റൈസോബിയത്തിനെ അട്രാക്ട് ചെയ്യും. They respond to the flavonoids by producing specific signals called nodulation or node factors. അപ്പോൾ പ്ലാന്റ്സ് ഫ്ലേവോനോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. തിരിച്ച് ബാക്ടീരിയ
ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽ മോളിക്യൂളാണ് നോഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത് റെക്കഗ്നൈസ് ചെയ്യും. ദ നോഡ് ഫാക്ടേഴ്സ് ആക്ട് ആസ് സിഗ്നൽസ് ദാറ്റ് അലൗ റൈസോബിയ ടു റെക്കഗ്നൈസ് ആൻഡ് ഇൻഫെക്ട് ദ പ്ലാന്റ്. അപ്പം അങ്ങനെ പ്ലാന്റിനെ അത് റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് ഈ റൈസോബിയം പ്ലാന്റിന്റെ റൂട്ടിനകത്ത് എൻ്റർ ചെയ്യും. എങ്ങനെ? ത്രൂ റൂട്ട് ഹെയർസ്, ക്രാക്സ് ഓർ വൂൺസ്. വൂണ്ടിൽ കൂടെയോ ക്രാക്കിൽ കൂടെയോ ഒക്കെ ഇത് എൻ്റർ ചെയ്യും. Once inside the root, the rhizobia induce the formation of specialized structure called nodule. ഇതിനകത്ത് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിനെയാണ് നൊഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള റൈസോബിയെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്ലേവോനോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. തിരിച്ച് റൈസോബിയം നോഡ് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ നോഡ് ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ജീൻസ് സിന്തസൈസ് നോഡ് ഫാക്ടേഴ്സ് ലിപ്പോകയറ്റോ ഒളിഗോസാക്രൈഡ് which are recognized by the plant specific plasma membrane receptors. അപ്പോൾ ബാക്ടീരിയ നോഡ് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യും. അടുത്തത് റൂട്ട് ഹെയർ കേളിംഗ്. അപ്പൊ റെക്കഗ്നൈസ് ചെയ്തു. ഇനി റൂട്ട് ഹെയർ, അപ്പൊ ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്ത് ഇത് റൂട്ടിന് ചുറ്റും വന്നിത് കോളനൈസ് ചെയ്യും. കോളനൈസ് ചെയ്തിട്ട് ദ നോഡ് ഫാക്ടേഴ്സ് ട്രിഗേഴ്സ് ദ റൂട്ട് ഹെയർ ടു കേൾ ലൈക്ക് എ ഷെപ്പേർഡ്സ് ക്രൂക്ക്. അപ്പൊ ഈ റൂട്ട് ഹെയർസ്, ഇങ്ങനെ ഇരിക്കുന്ന റൂട്ട് ഹെയർസ്, ഇത് ഈ നോഡ് ഫാക്ടേഴ്സ് ഈ റൂട്ട് ഹെയറിനെ കേള് ചെയ്യാനായിട്ട് ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ റൂട്ട് കേളിങ് ട്രിഗർ ചെയ്യും നോഡ് ഫാക്ടേഴ്സ്. കേളിങ് ഇതിങ്ങനെ അങ്ങ് കേൾ ചെയ്ത് ആദ്യം ഒരു 90 ഡിഗ്രി ആണ് കേൾ ചെയ്യുന്നത്, പിന്നീട് അതൊരു 360 ഡിഗ്രി അങ്ങ് കേൾ ചെയ്യും. കേൾ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് ഷെപ്പേർഡ്സ് ക്രൂക്ക്. ആട്ടിടയന്മാരുടെ വടി പോലെ ഇതിങ്ങനെ അങ്ങ് വളയും, ഇതുപോലെ അങ്ങ് വളയും. എന്നിട്ടിനി അടുത്ത സ്റ്റെപ്പിൽ അതൊരു ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യും. The plant cell wall at the point of contact degrades locally and the plasma membrane invaginates to form a tubular infection thread. ആ സ്ഥലത്തെ പ്ലാന്റ് സെൽ വോൾ എല്ലാം അങ്ങ് ഡീഗ്രേഡ് ചെയ്യും. എന്നിട്ട് ഈ പ്ലാസ്മ മെംബ്രെയിൻ ഒരു ട്യൂബുലാർ ഇൻഫെക്ഷൻ ത്രെഡ് പോലെ അങ്ങ് ഗ്രോ ചെയ്യും. ഇൻവാജിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതേപോലെ ഇതങ്ങ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. The infection thread grows inward through the root hair and towards the root cortex, guided by the plant cell cytoskeleton and nucleus, and the bacteria multiply within the thread as it moves. ഈ ഇൻഫെക്ഷൻ ത്രെഡ് ഇതിങ്ങനെ അങ്ങ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. ബാക്ടീരിയ ഈ ത്രെഡിനകത്ത് ഇനി അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഇതിനകത്ത് ഇത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഗ്രോസ് ആസ് ആൻ ഇൻഫെക്ഷൻ ത്രെഡ്. അപ്പം അതിനകത്ത് ചില എൻസൈംസ് ഒക്കെ പോളിഗാലക്ടോ യൂറനേസ് പോലെയുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്ലാന്റ് സെൽ വോളിൻ്റെ പെക്റ്റിനൊക്കെ ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രേഡ് ചെയ്ത് ഇത് സൈറ്റോപ്ലാസത്തിനകത്ത് എൻട്രി ചെയ്യും. സൈറ്റോപ്ലാസത്തിനകത്ത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ റൂട്ട് സെല്ലിൻ്റെ റാപ്പിഡായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങും. ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും, റൂട്ട് സെൽസും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ബാക്ടീരിയയുടെ ഒരു റോഡ് ഷേപ്പിൽ ഇരുന്ന ബാക്ടീരിയ ആയിരുന്നു, അത് അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ അത് ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറും. അപ്പം ആ ഇനോർമസ് സെൽ ഡിവിഷൻ, അപ്പം ഇത് രണ്ടും ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യും. ആ ഇനോർമസ് ആയിട്ടുള്ള സെൽ ഡിവിഷനാണ് ഒരു ട്യൂമർ ലൈക്ക് ഗ്രോത്തിന് കാരണമാകുന്നത്. ആ ട്യൂമർ ലൈക്ക് ഗ്രോത്തിനെയാണ് നൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. Simultaneously, within the infection, thread growth signaling triggers rapid cell division in the root cortex. Cell division ഭയങ്കരമായിട്ട് കൂടും. They form a nodule primordium, specialized mass of tissue that will become the mature nodule. ആദ്യം ഒരു primordium ഉണ്ടാകും. പിന്നെ when the infection thread reaches the primordium, rhizobia are released into the plant സെല്ലിനകത്തോട്ട് റിലീസ് ചെയ്യും. എൻഡോസൈറ്റോസിസ് ലൈക്ക് പ്രോസസ്സ് പോലെ അത് പ്ലാന്റ് സെല്ലിനകത്തോട്ട് റിലീസ് ചെയ്യും.
പിന്നെ അതൊരു നൊഡ്യൂളായിട്ട് മാറും. സിംബയോസോം formation നടത്തും. Each released bacteria is enclosed in a plant derived membrane forming a functional unit called symbiosom. ഇതിന് ചുറ്റും ഒരു ബാക്ടീരിയക്ക് ചുറ്റും ഒരു പ്ലാന്റ് ഡിറൈവ്ഡ് മെംബ്രെയിൻ ഒക്കെ കാണും. അതിനെയാണ് സിംബയോസോം എന്ന് വിളിക്കുന്നത്. അങ്ങനെ അത് ബാക്ടീരിയോയിഡ് ആയിട്ട് മാറി അതിനകത്ത് വെച്ചിട്ടാണ് ഇൻസൈഡ് ദ മെച്വർ നൊഡ്യൂൾ ദ എൻസൈം നൈട്രോജനേസ് ബിഗിൻസ് കൺവേർട്ടിങ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ടു അമോണിയ. നൊഡ്യൂളിനകത്ത് വെച്ചിട്ടാണ് ബാക്ടീരിയ നൈട്രജനേസ് എൻസൈം ഉപയോഗിച്ച് നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നത്. ഈ നൈട്രജനേസ് എൻസൈം ഭയങ്കര ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള എൻസൈമാണ്. പ്ലാന്റ്സ് produce lead hemoglobin, an oxygen scavenging pigment that gives active nodules a pink color and protect the oxygen sensitive nitrogenase enzyme. Plant produce ചെയ്യുന്ന ലെഗ് ഹീമോഗ്ലോബിൻ അതൊരു ഓക്സിജൻ സ്കാവെഞ്ചിങ് ആയിട്ടുള്ള പിഗ്മെന്റ് ആണ്. അത് ഓക്സിജൻ സ്കാവെഞ്ച് ചെയ്യും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഈ പ്ലാന്റ്സിനെ ഈ നൈട്രോജനേസിനെ ഓക്സിജനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ലെഗ് ഹീമോഗ്ലോബിൻ അതിനൊരു കളർ കൊടുക്കുകയും ചെയ്യും. ഈ നൊഡ്യൂളിന് ഒരു പിങ്ക് കളർ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മെച്വർ നൊഡ്യൂൾസ് എപ്പോഴും ഒരു പിങ്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഈ നൊഡ്യൂളിനകത്ത് വെച്ചിട്ടാണ് റൈസോബിയം they convert the atmospheric നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നത് ഈ നൊഡ്യൂളിന് അകത്ത് വെച്ചിട്ടാണ്. ഈ പ്രോസസ്സിനെയാണ് ഇങ്ങനെ നൈട്രജൻ അമോണിയ ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാന്റ് ബിക്കോസ് കാരണം അറ്റ്മോസ്ഫറിക് നൈട്രജൻ നേരിട്ട് പ്ലാന്റ്സിന് എടുക്കാൻ പറ്റത്തില്ല. അതിന് യൂട്ടിലൈസബിൾ ഫോം ആയിട്ടുള്ള അമോണിയാക്കി മാറ്റും. അപ്പം അതാണ് പ്ലാന്റിന് കിട്ടുന്ന ബെനിഫിറ്റ്. തിരിച്ച് പ്ലാന്റ് ഇങ്ങോട്ട് ബാക്ടീരിയയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഫോട്ടോസിന്തസിസ് വഴിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഒക്കെ അത് റൈസോബിയയ്ക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇതും ഒരു മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. രണ്ടു കൂട്ടരും ഒരേപോലെ ബെനിഫിറ്റഡ് ആകുന്നുണ്ട്. പിന്നെ തന്നെ സ്പെസിഫിക് ആണ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് റൈസോബിയം ഹാസ് സ്പെസിഫിക് അസോസിയേഷൻ ആണ്. ഇതിനൊത്തിരിയും അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. റൈസോബിയം ലെഗ്യൂം അസോസിയേഷനകത്ത് നൈട്രജൻ കണ്ടന്റ്, സോയിലുള്ള നൈട്രജൻ കണ്ടന്റ് കൂട്ടാനായിട്ട് പറ്റും. അത് അപ്പം ലെഗ്യൂം ക്രോപ്സ് ഒക്കെ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ സോയിലുള്ള നൈട്രജൻ കണ്ടന്റ് കൂട്ടാം. അങ്ങനെ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒത്തിരിയും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നൊഡ്യൂൾ ഫോർമേഷൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുണ്ടാകുന്നു, റൂട്ടിന് ചുറ്റും വന്നത് കോളനൈസ് ചെയ്യുന്നു, റൂട്ട് ഹെയർ കേൾ ചെയ്യുന്നു, ഇത് കേൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് എൻട്രി ചെയ്ത് ഒരു ഇൻഫെക്ഷൻ ത്രെഡ് പോലെ ഗ്രോ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇനോർമസ് മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറുന്നു. ആൻഡ് ഫൈനലി ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ട്യൂമർ ലൈക്ക് ഗ്രോത്ത്. ആ ട്യൂമർ ലൈക്ക് ഗ്രോത്തിന് പറയുന്ന പേരാണ് നൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞ ഇത്രയും എല്ലാം തന്നെയും പോസിറ്റീവ് ഇൻ്ററാക്ഷൻസ് ആണ് ബിറ്റ്വീൻ പ്ലാന്റ്സും മൈക്രോബ്സും. അപ്പം പോസിറ്റീവ് ഇൻ്ററാക്ഷൻസ് സിനർജിസവും മ്യൂച്വലിസവുമായിരുന്നു ഉണ്ടായിരുന്നത്. നെഗറ്റീവ് ഇൻ്ററാക്ഷൻസിൽ പാത്തോജനിസം മാത്രമാണ് അല്ലെങ്കിൽ പാരസിറ്റിസം മാത്രമാണ് ഒരു നെഗറ്റീവ് ഇൻ്ററാക്ഷൻ ആയിട്ട് വരുന്നത്. ആ നെഗറ്റീവ് ഇൻ്ററാക്ഷനിൽ അല്ലെങ്കിൽ പാരസിറ്റിസത്തിലെ ഏറ്റവും വലിയ ഇതാണ് പാത്തോജനിസം. പ്ലാന്റ് പാത്തോജൻസ് in plants refers to the process by which a pathogen cause disease. ഒരു പാത്തോജൻ ഡിസീസ് ഉണ്ടാക്കുന്ന ആ ഫിനോമിനനെയാണ് പാത്തോജനിസം എന്ന് പറയുന്നത്. പിന്നെ ഒരു പാത്തോജനിസം ആ ഒരു ഇൻട്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ റെക്കഗ്നീഷൻ ആൻഡ് ഇൻവേഷൻ. ആദ്യം ആ സ്പെസിഫിക് പാത്തോജൻ ആ ഹോസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യണം.
റെക്കഗ്നൈസ് ചെയ്തു, എന്നിട്ട് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യണം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി നടക്കുന്നത്? എൻട്രി ഇൻ ടു ദ പ്ലാന്റ്സ്. എൻട്രി എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ നാച്ചുറൽ ഓപ്പണിങ്സ് ലൈക്ക് സ്റ്റൊമേറ്റ, വൂൺസ്, ഇതിൽ കൂടിയൊക്കെ ഇത് എൻട്രി ചെയ്യുന്നു. ചിലത് ഹോസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ടായിരിക്കും ഇത് എൻട്രി ചെയ്യുന്നത്. പിന്നെ ഇത് വന്ന് സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റിൽ വന്ന് ഇത് അറ്റാച്ച് ചെയ്യുന്നു. ദേ അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു പ്ലാന്റ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ലൈക്ക് പൈലൈ, സെക്രീഷൻ സിസ്റ്റംസ് ഒക്കെ ബാക്ടീരിയ ആണെങ്കിൽ യൂസ് ചെയ്യും. ഫഞ്ചൈ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഹൈഫൈ ഒക്കെ യൂസ് ചെയ്ത് അത് വന്ന സ്പെസിഫിക് സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ വൺസ് ഇൻസൈഡ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ബാക്ടീരിയ, ഫഞ്ചൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും സ്പോർസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റായിട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡിസീസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരിയും സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ഈ സിംറ്റംസ് ഓരോ ഡിസീസിനും ഓരോ തരത്തിലുള്ള സിംറ്റംസ് ആയിരിക്കും ഇത് കാണിക്കുന്നത്. തിരിച്ച് പ്ലാന്റും റെസ്പോൺസ് ചെയ്യും. ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പല ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെ എടുക്കും. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ ഡിസീസ് പ്രോഗ്രസ് ചെയ്യും. ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പല ഏരിയയിലേക്കൊക്കെ ഇത് ട്രാൻസ്മിറ്റഡ് ആകും. സോയിൽ, വാട്ടർ, അങ്ങനെയുള്ള പല മീൻസിൽ കൂടെ, വെക്ടേഴ്സിൽ കൂടെ, ഇൻസെക്ട്സിൽ കൂടെ ഒക്കെ ഇത് പല രീതിയിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കോമൺ ആയിട്ടുള്ള പാത്തജൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. സാന്തോമോണാസ് ക്യാമ്പസ്ട്രസ് എന്ന് പറയുന്ന സ്പീഷീസ് ബാക്ടീരിയൽ ലീഫ് സ്പോട്ട് ടൊമാറ്റോയിൽ, ക്യാബേജില്, പെപ്പേഴ്സിലൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്നതാണ് സാന്തോമോണാസ് ക്യാമ്പസ്ട്രസ്. സ്യൂഡോമോണാസ് സിറിഞ്ചെ ബാക്ടീരിയൽ സ്പെക്ക്, ബാക്ടീരിയൽ സ്പോട്ട്, ക്യാങ്കർ ഒക്കെ കോസ് ചെയ്യുന്നതാണ്. എർവീനിയ അമൈലോവോറ പിന്നെ കോസ് ചെയ്യുന്നത് ഫയർ ബ്ലൈറ്റ്. ആപ്പിൾസിൽ, പിയേഴ്സിൽ ഒക്കെ ഫയർ ബ്ലൈറ്റ് കോസ് ചെയ്യുന്ന ഒരു പാത്തജനാണ് എർവീനിയ അമൈലോവോറ. റാൽസട്ടോണിയ സൊളനാസിറം ബാക്ടീരിയൽ വിൽറ്റ് കോസ് ചെയ്യുന്ന ടൊമാറ്റോയില്, പൊട്ടറ്റോയില്, ബനാനയില് ഒക്കെ വിൽറ്റ് കോസ് ചെയ്യുന്നതാണ് റാൽസട്ടോണിയ സൊളനാസിറം. അഗ്രോബാക്ടീരിയം ട്യൂമഫേഷ്യൻസ് ക്രൗൺ ഗാൾ കോസ് ചെയ്യുന്ന പാത്തജനാണ് അഗ്രോബാക്ടീരിയം ട്യൂമഫേഷ്യൻസ്. അടുത്തത് ക്ലെവിബാക്ടർ മിച്ചിഗനൻസിസ് കോസസ് ബാക്ടീരിയൽ ക്യാങ്കർ. ടൊമാറ്റോയില്, അതർ സൊളനേഷ്യസ് പ്ലാന്റ്സിലൊക്കെ ബാക്ടീരിയൽ ക്യാങ്കർ കോസ് ചെയ്യുന്നതാണ് ക്ലെവിബാക്ടർ മിച്ചിഗനൻസിസ്. ഇനി ഫംഗസിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഫംഗൽ സ്പീഷീസ് ആണ് ഫൈറ്റോഫ്തോറ സ്പീഷീസ്. ലേറ്റ് ബ്ലൈറ്റ് കോസ് ചെയ്യുന്ന പാത്തജനാണ് ഫൈറ്റോഫ്തോറ. പൈത്തിയം ഡിസീസ്, ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കോസ് ചെയ്യുന്നതാണ് പൈത്തിയം. അസ്റ്റിലാഗോ സ്മട്ട് ഫഞ്ചൈ എന്നറിയപ്പെടുന്നതാണ് സ്മട്ട് ഡിസീസ് കോസ് ചെയ്യുന്നത്. പക്സീനിയ റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തജനാണ് പക്സീനിയ. ബോട്രൈറ്റിസ് സിനേറിയ റെസ്പോൺസിബിൾ ഫോർ ഡിസീസ് ലൈക്ക് ഗ്രേ മോൾഡ് ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്നത് ഫ്രൂട്ട്സിൽ, വെജിറ്റബിൾസിൽ, ഓർണമെന്റൽസിൽ ഒക്കെ കോസ് ചെയ്യുന്നത്. ഓൾട്ടർനേറിയ സ്പീഷീസ് ഏർലി ബ്ലൈറ്റ് കോസ് ചെയ്യുന്നതാണ് ഓൾട്ടർനേറിയ സ്പീഷീസ്. ഫ്യൂസേറിയം വിൽറ്റ് കോസ് ചെയ്യുന്നതാണ് ഫ്യൂസേറിയം സ്പീഷീസ്. വെർട്ടിസിലിയം അതും വിൽറ്റ് കോസ് ചെയ്യുന്ന വേറൊരു പാത്തജനാണ് വെർട്ടിസിലിയം. കോളിറ്റോട്രൈക്കം ഡിസീസസ് ലൈക്ക് ആന്ത്രാസിനോസ് ഡിസീസ് പല ഫ്രൂട്ട്സിൽ, മാംഗോസിൽ, പപ്പയാസിലൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു പാത്തജനാണ്. ആന്ത്രാസിനോസ് ഡിസീസ് കോസ് ചെയ്യുന്നതാണ് കോളിറ്റോട്രൈക്കം. റൈസോട്ടോണിയ സൊളനൈ ഡാമ്പിംഗ് ഓഫ് ഡിസീസ് കോസ് ചെയ്യുന്നതാണ് റൈസോട്ടോണിയ സൊളനൈ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറസസ് ഏതൊക്കെയാണെന്നൊക്കെ. ടൊബാക്കോ മൊസൈക്ക് വൈറസ്, TMV വൈറസ് ടൊബാക്കോയിലും ടൊമാറ്റോയിലും ഒക്കെ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത് ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. പൊട്ടറ്റോ വൈറസ് ഡിസീസ് കോസ് ചെയ്യുന്ന പൊട്ടറ്റോ വൈറസ് എക്സും ഉണ്ട്, പൊട്ടറ്റോ വൈറസ് വൈയും ഉണ്ട്. അടുത്തത് കുക്കുംബർ മൊസൈക്ക് വൈറസ്. വൈറസ് എല്ലാം ആ ഡിസീസും കൂടെ അതേപോലെ പേര് തന്നെ വെച്ചിട്ടാണ് പറയുന്നത്. കുക്കുംബർ മൊസൈക്ക് ഡിസീസ്
കോസ് ചെയ്യുന്നതാണ് കുക്കുംബർ മൊസൈക്ക് വൈറസ്. കുക്കുംബറിൽ, ടൊമാറ്റോയിൽ, പെപ്പറിൽ ഒക്കെ ഡിസീസ് കോസ് ചെയ്യുന്നത്. ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ്, ടൊമാറ്റോ സ്പോട്ടഡ് ഡിസീസ് കോസ് ചെയ്യുന്നത്, വിൽറ്റ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ബീൻ മൊസൈക്ക് വൈറസ്, പ്രൈമർലി ബീൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. ടർണിപ്പ് മൊസൈക്ക് വൈറസ്, ടർണിപ്പ് പ്ലാന്റ്സിലൊക്കെ, ക്രൂസിഫേഴ്സിൽ, അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിൽ ഡിസീസ് കോസ് ചെയ്യുന്നതാണ് ടർണിപ്പ് മൊസൈക്ക് വൈറസ്. അങ്ങനെ അടുത്തത് സിട്രസ് ട്രിസ്റ്റിയ വൈറസ്, സിട്രസ് ട്രിസ്റ്റിയ ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസ്. പപ്പയ റിംഗ് സ്പോട്ട് വൈറസ്, പ്ലം പോക്സ് വൈറസ്, റൈസ് ടങ്ക്രോ വൈറസ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള വൈറസസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം അങ്ങനെ നെഗറ്റീവ് ഇൻ്ററാക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇഫക്റ്റാണ് പാത്തോജനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരസിറ്റിസം. അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇഫക്റ്റാണ് പാത്തോജനിസം. അതിൽ കോമൺ ആയിട്ട് ബാക്ടീരിയ, ഫംഗസ്, വൈറൽ ഡിസീസസ്. താങ്ക് യു.